ഓക്കെ. അപ്പം ഞാൻ ഈ സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പം നമ്മൾ CA ഫൗണ്ടേഷൻ കഴിഞ്ഞ് CA ഇന്റർമീഡിയറ്റ്. ഓക്കെ. അപ്പം നേരത്തെ മാഡം സുബേദ മാഡം പറഞ്ഞൊരു കാര്യം ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ജനറലി ഇപ്പം എല്ലാവരും കൺസിഡർ ചെയ്യുന്നത് CA ഇന്റർമീഡിയറ്റ്, നമ്മൾ CAയുടെ ഏതൊരു പോർഷൻ എടുത്താലും ഇച്ചിരി ടഫായിട്ട് നിൽക്കുന്നത് CA ഇന്റർമീഡിയറ്റ് ആണെന്നുള്ള രീതിയിലുള്ള ഒരു ജനറൽ ടോക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ധാരണയും എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ശരിക്കും പറഞ്ഞ ഇപ്പൊ ഞാനും ക്ലാസ്സിൽ പറയും CA ഫൈനലിനേക്കാളും ടഫ് CA ഇന്റർമീഡിയറ്റ് ആണ്. ഞാനും ക്ലാസ്സിൽ പറയുന്ന കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് CA ഇന്റർമീഡിയറ്റ് ടഫ് എന്ന് പറയുമ്പോൾ CA ഇന്റർമീഡിയറ്റ് പഠിക്കാനുള്ള ടഫ്നെസ് അല്ല, ഇതിനകത്ത് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡാണ്. കാരണം CA ഫൗണ്ടേഷനിൽ നിന്ന് പഠിച്ചിട്ട് നമ്മൾ CA ഇന്റർമീഡിയറ്റിലോട്ട് വരുമ്പോൾ CA ഇന്റർമീഡിയറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഹാഫ് പ്രൊഫഷണൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹാഫ് പ്രൊഫഷണൽ ആവുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഡീൽ ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് CA ഇന്റർമീഡിയറ്റ്. ഇപ്പം +1 +2 കഴിഞ്ഞ് CA ഫൗണ്ടേഷൻ 6 മാസം കൊണ്ട് പഠിച്ചിട്ട് നിങ്ങൾ CA ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത് CA ഇന്റർമീഡിയറ്റിലോട്ട് വരുമ്പോൾ ഇവിടെ വേണ്ടത് ടോട്ടൽ പ്രൊഫഷണലിസമാണ്. അപ്പോൾ CA ഇന്റർമീഡിയറ്റ് ടഫ് ആണ്. അത് ഇൻ ദി കേസ് ഓഫ് യുവർ ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കോഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ +2 എക്സാമിനേഷന് പോയി അപ്രോച്ച് ചെയ്തതിന്റെ കൂട്ടോ അല്ലെങ്കിൽ ഈവൻ CA ഫൗണ്ടേഷനിൽ അപ്രോച്ച് ചെയ്തതിന്റെ കൂട്ടോ CA ഇന്റർമീഡിയറ്റ് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിരിക്കണം. അപ്പൊ ടോട്ടലി ഇപ്പൊ നമ്മുടെ 9 മന്ത്സിന്റെ കോഴ്സ് ആണെങ്കിൽ ഈ 9 മന്ത്സ് നമ്മൾ ടോട്ടലി ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ടുവേർഡ്സ് ദിസ് കോഴ്സ്. ഈ CA ഇന്റർമീഡിയറ്റ് അഗൈൻ ഞാൻ പറയുക, പഠിക്കാൻ ടഫ് അല്ല. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ടഫ്. പഠിക്കുന്നതിന്റെ കാര്യത്തിൽ നമുക്ക് ടഫ്നെസ് ഇല്ല. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, കാരണം പല സമയത്തും IIT നിന്ന് നല്ല റിസൾട്ടോടെ CA ഇന്റർമീഡിയറ്റ് കുട്ടികൾ പാസ്സാകുമ്പോൾ നമുക്ക് നേരത്തെ അറിയാൻ പറ്റും എത്ര പാസിംഗ് പെർസെന്റേജ് ഈ ബാച്ചിൽ വരും, എത്ര കുട്ടികൾ പാസ്സാകാമെന്ന് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. കാരണം പിള്ളേർ എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും. ഇപ്പം നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് സീരിയസ് ആയിട്ട് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അവര് ഒരു ടോപ്പിക്ക് നമ്മൾ എടുത്തു കഴിയുമ്പോൾ കണ്ടിന്യൂസ്ലി ഡൗട്ടാണ്. അത് ക്ലിയർ ആവുന്നവരെ കുട്ടികൾ ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ബാച്ചുകൾ വന്നിട്ടുണ്ട്. ഒരു ടോപ്പിക്ക് പഠിപ്പിച്ച് കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ വരുമ്പോൾ രാവിലെ തന്നെ ഡൗട്ട് ചോദിക്കുന്ന ബാച്ചുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും സീരിയസ് ആയിട്ട് വരുന്ന ബാച്ചുകളുണ്ട്. അപ്പോ നിങ്ങളുടെ CA ഫൗണ്ടേഷൻ കഴിഞ്ഞ് CA ഇന്റർമീഡിയറ്റ് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ബാച്ചിൽ അങ്ങനെ തന്നെ ആയി. കാരണം ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ നോബഡി ക്യാൻ സ്റ്റോപ്പ് യു. കാരണം CA ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് നിങ്ങൾ CA ആർട്ടിക്കിൾഷിപ്പിലോട്ട് പോകും. ഓട്ടോമാറ്റിക്കലി CA ഫൈനൽ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആ ആർട്ടിക്കിൾഷിപ്പിൽ തന്നെ നമുക്ക് കിട്ടും. പക്ഷെ CA ഫൗണ്ടേഷനിലോട്ട് CA ഫൗണ്ടേഷനിൽ നിന്ന് CA ഇന്റർമീഡിയറ്റിലോട്ട് വരുമ്പോൾ ആ ഒരു ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം CA ഇന്റർമീഡിയറ്റിലോട്ട് വന്നാൽ ആ 9 മന്ത്സ് നിങ്ങൾ സ്റ്റഡീസിന് വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കണം. ബാക്കി നിങ്ങളുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ അങ്ങോട്ടുള്ള ജീവിതം ഒരു 50-60 ഇയേഴ്സ് നമുക്ക് ഇനി അങ്ങോട്ട് കിടക്കുവാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന 9 മന്ത്സ് നമ്മൾ എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തി ടോട്ടൽ CA ഇന്റർമീഡിയറ്റിലോട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ആത്മാർത്ഥ രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ CA ഇന്റർമീഡിയറ്റ് പാസ് ആവുള്ളൂ. അപ്പോൾ ഞാൻ ആ നോട്ടിൽ ഒന്നുകൂടെ പറയാം, CA ഇന്റർമീഡിയറ്റ് സബ്ജക്ട് വൈസ് പഠിക്കാൻ പാടില്ല. നമുക്കിവിടെ IIT-യിൽ തരുന്ന ഫാക്കൽറ്റീസ് നല്ല ഫാക്കൽറ്റീസ് ആണ്. പ്രോപ്പർ സബ്ജക്റ്റിന്റെ ഗൈഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇൻഡെപ്ത് നോളജ് നിങ്ങൾക്ക് തരും. ഓരോ സബ്ജക്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറയും. പക്ഷെ ഇതിന്റെയൊക്കെ ഉപരി നിങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ ഈ ഒരു ഇന്റർമീഡിയറ്റിൽ ഉണ്ടാവണം എല്ലാ സബ്ജക്റ്റിലും. അപ്പൊ ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് എന്താണ് CA ഇന്റർമീഡിയറ്റ്, എത്രയൊക്കെ സബ്ജക്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അതിനകത്ത് എങ്ങനെയൊക്കെയാണ് നമുക്ക് പാസിംഗ് പെർസെന്റേജ് പാസ്സാകാൻ പറ്റുക എന്നുള്ള ജനറൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്കറിയാം CA ഫൗണ്ടേഷനിൽ നിങ്ങൾ ടോട്ടലി സബ്ജക്ട് വൈസ് ആണെങ്കിൽ ഫൗണ്ടേഷനിൽ നിങ്ങൾ 4 സബ്ജക്റ്റാണ് പഠിച്ചത്. ടോട്ടലി 4 സബ്ജക്ട് നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പൊ ഇവിടെ സബ്ജക്ട് വൈസ് പഠിക്കാനാണെങ്കിൽ CA ഇന്റർമീഡിയറ്റിൽ ടോട്ടൽ 6 സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്.
6 സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി ഈ 6 സബ്ജക്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഗ്രൂപ്പ് 1 നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ്, ടാക്സേഷൻ. ഗ്രൂപ്പ് 2 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. അപ്പോ നേരത്തെ ഇന്റർമീഡിയറ്റിന് നിങ്ങളുടെ ഈ പുതിയ സിലബസ് വരുന്നതിന് മുമ്പ് 8 സബ്ജക്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 8 സബ്ജക്ട്സിൽ 2 സബ്ജക്ട് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങും അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് ആയിരുന്നു. അപ്പോൾ ഈ അക്കൗണ്ടിങ്ങിലുള്ള പല ചാപ്റ്റേഴ്സും ആണ് അവർ CA ഫൗണ്ടേഷനിൽ മെർജ് ചെയ്തത്. അപ്പൊ ഞാൻ നിങ്ങളെ CA ഫൗണ്ടേഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അക്കൗണ്ടിങ് പഠിപ്പിച്ചിരുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞായിരുന്നു, നമുക്ക് ഇനി അങ്ങോട്ട് CA ഫൗണ്ടേഷൻ നിങ്ങൾ പഠിച്ച ബേസ് ഉണ്ടല്ലോ, ആ ബേസ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഒരിക്കലും പഠിക്കാൻ കിട്ടില്ല. കാരണം ഇന്റർമീഡിയറ്റ് വരുമ്പോൾ തന്നെ ആ അക്കൗണ്ടിങ്ങിന്റെ പേര് അക്കൗണ്ടിങ് എന്നാണ്. അപ്പൊ നമുക്ക് നോർമൽ അക്കൗണ്ടിങ് അല്ല, നമുക്ക് അതിന്റെ അഡ്വാൻസ്ഡ് ഏരിയ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് കമ്പനി ആയിക്കോട്ടെ, അമാൽഗമേഷൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻസ്ഡ് കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിക്കണം, അമാൽഗമേഷൻ പഠിക്കണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പഠിക്കണം. കമ്പനീസിന്റെ ഓർമ്മയുണ്ടോ, നമ്മൾ കമ്പനീസിൽ നമ്മൾ പഠിപ്പിച്ചപ്പോ അതിനകത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ബാലൻസ് ഷീറ്റ് ആയിക്കോട്ടെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിക്കോട്ടെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആയിക്കോട്ടെ, അതിന്റെയൊക്കെ നമ്മൾ എന്താ വരച്ചേ, ജസ്റ്റ് ചെറിയ ഫോർമാറ്റാ വരച്ചേ. അപ്പൊ അതിന്റെ അഡ്വാൻസ് രീതിയിലുള്ള ഫുൾ ഫോർമാറ്റ് ഉൾപ്പെടെ നമുക്ക് പഠിക്കാനുള്ളത് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിലാണ്. ഇവിടെ കൂടുതൽ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ ആദ്യം പഠിക്കേണ്ട സബ്ജക്ട് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ്. അതിനകത്ത് കോർപ്പറേറ്റ് ലോസ് ആണ് കൂടുതൽ പഠിക്കുന്നത്, നമ്മുടെ കമ്പനീസ് ആക്ട് ആണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ടാക്സേഷൻ നിങ്ങളെ സംബന്ധിച്ച് പുതിയ സബ്ജക്റ്റ് ആണ്. നമുക്ക് ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ് പഠിക്കാനുണ്ട്. ഇൻഡയറക്ട് ടാക്സ് ഒക്കെ നിങ്ങൾ ജനറലി ഡെയിലി ലൈഫിൽ കേൾക്കുന്നതാണ്, ഇൻഡയറക്ട് ടാക്സ്, GST. ഓക്കെ, അപ്പോൾ ടാക്സേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ 3 സബ്ജക്റ്റ് ആണ് നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ പഠിക്കാനുള്ളത്. സെക്കൻഡ് ഗ്രൂപ്പിലാണ് ഞാൻ പഠിപ്പിക്കാൻ വരുന്ന ചാപ്റ്റർ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, കോസ്റ്റിംഗ് എന്ന് പറയും, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പഠിക്കേണ്ടത്. പിന്നെ ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ്. നമ്മൾ ആസ് ആൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, നമ്മുടെ മെയിൻ, ഇപ്പം വെളിയിലുള്ള ഒരാളോട് ചോദിച്ചാൽ CA ആരാന്ന് ചോദിച്ചാൽ ഓഡിറ്റേഴ്സ് ആണെന്ന് പറയും. അപ്പൊ ആ ഓഡിറ്റേഴ്സിനകത്ത് നമുക്ക് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്, നമ്മൾ എന്തൊക്കെ എത്തിക്സ് അതിനകത്ത് പാലിക്കേണ്ടത്, അതൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്. ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. അങ്ങനെ ഈ ടോട്ടൽ 6 സബ്ജക്റ്റ് ആണ് നമുക്ക് ഇന്റർമീഡിയറ്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഈ നമ്മുടെ ഈ 9 months ഡ്യൂറേഷനിൽ നമുക്ക് ടോട്ടലി 6 സബ്ജക്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നോ അതിനകത്ത് ആദ്യം നിങ്ങൾക്ക് പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റിനെ പറ്റി ഒരു ചെറിയ ചെറിയ ഐഡിയ തന്നിട്ട് ഞാൻ കോസ്റ്റിംഗിലോട്ട് ഇറങ്ങാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് ആണ്. അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് ഞാൻ പറഞ്ഞതിന്റെ കൂട്ട് നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കമ്പനി അക്കൗണ്ട്സും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അമാൽഗമേഷനും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പോലത്തെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൽ മെജോറിറ്റി നമുക്ക് പഠിക്കാനുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. മെജോറിറ്റി നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതിനകത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻഡേഴ്സ്, നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മാറിയിട്ട് ഇൻഡേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ ഇൻഡേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. അപ്പം മെജോറിറ്റി മാർക്സ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഈ ഏരിയയിൽ നിന്നാണ്. അമാൽഗമേഷനും, അപ്പൊ 2 കമ്പനി ചേർന്ന് ഒരു കമ്പനി ആവുന്ന അമാൽഗമേഷൻ, ആ ഏരിയയും നമുക്ക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്. കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, നിങ്ങൾ കമ്പനീസ് ആക്ട് 2013 ചെറിയ രീതിയിൽ നിങ്ങൾ ഫൗണ്ടേഷനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വലിയൊരു ഏരിയ ആണ്, അതായത് ടോട്ടൽ ഏരിയ നമുക്ക് ഇന്റർമീഡിയറ്റിൽ പഠിക്കാനുണ്ട് കമ്പനീസ് ആക്ട്. അപ്പൊ ഒരു മെജോറിറ്റി ഏരിയ നമുക്ക് ലോയ്ക്കകത്ത് പഠിക്കാനുള്ളത് കമ്പനീസ് ആക്ട് ആണ്. അത് കൂടാതെ വേറെ ലോസും ഉണ്ട്. ടാക്സേഷൻ ആണ് നിങ്ങളുടെ മൂന്നാമത്തെ, ഗ്രൂപ്പ് 1 മൂന്നാമത്തെ സബ്ജക്ട് ടാക്സേഷൻ ആണ്. അപ്പോ ടാക്സേഷൻ ജനറലി ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നമ്മൾ എപ്പോഴും ടാക്സ് കംപ്ലയൻസ് അതേപോലെ പ്ലാനിങ് ചെയ്യേണ്ടതാണ്. ഒരാളുടെ ടാക്സ് എങ്ങനെ കുറച്ചു കൊടുക്കുക, അതിന്റെ ടാക്സ് പ്ലാനിങ് എങ്ങനെ ചെയ്യുക. ഓക്കെ, ഒരാൾക്ക് നമ്മൾ അഡ്വൈസ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മെയിൻ ജോലി ടാക്സേഷന്റെ അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ടാക്സേഷൻ അഡ്വൈസ് കൊടുക്കണമെങ്കിൽ നമ്മൾ ടാക്സേഷൻ ഡീറ്റെയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം.
അപ്പൊ അതിനകത്ത് നമുക്ക് 2 ടാക്സ് പഠിക്കാനുള്ള, ഇൻകം ടാക്സും പഠിക്കാനുണ്ട്, ഇൻഡയറക്ട് ടാക്സ് ആയ GST നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം അതിനകത്ത് വേറെ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് ഉള്ളതെന്ന് വെച്ചാൽ, നമുക്ക് നിങ്ങൾ CA ഇന്റർമീഡിയറ്റ് പഠിച്ച് പാസ്സായിട്ട് CA ആർട്ടിക്കിൾഷിപ്പിന് പോകുമ്പോൾ പല ഫേംസിലും ഇന്റർവ്യൂയുടെ സമയത്ത് അവര് ടാക്സേഷൻ ഏരിയയിൽ നിന്ന് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. കാരണം നമ്മുടെ ഒരു ജൂൺ തൊട്ട് നമ്മുടെ ഏകദേശം ഒരു നവംബർ വരെ നമുക്ക് ടാക്സേഷന്റെ സമയമാണ് എല്ലാ ഫിനാൻഷ്യൽ ഇയറിലും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ് ഇഷ്ടംപോലെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ്സ് വരുന്ന ഡേറ്റുകളാണ് ഈ ജൂൺ തൊട്ട് നവംബർ. അപ്പോൾ നമ്മൾ ഒരു ആർട്ടിക്കിൾഷിപ്പിന് പോകുന്ന സമയത്ത് ടാക്സേഷൻ അവര് ചോദിക്കാറുണ്ട്. ടാക്സേഷൻ നമ്മൾ ഇന്റർമീഡിയറ്റിൽ പഠിച്ചതിന്റെ സെക്ഷൻസും അതിനകത്ത് കുറെ ലിമിറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് ഈ ടാക്സേഷൻ പഠിക്കുന്ന സമയത്ത് ഇപ്പം X or Y ഏതൊരു ഫാക്കൽറ്റി പഠിപ്പിച്ചാലും അവര് പഠിപ്പിക്കുമ്പോൾ എല്ലാം മനസ്സിലാവും. പക്ഷെ ടാക്സേഷനകത്ത് ഇൻകം ടാക്സ് കുറച്ച് വാസ്റ്റ് ആണ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഇൻകം ടാക്സ്. അപ്പൊ ഇൻകം ടാക്സ് വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും ടാക്സേഷൻ, ഇൻകം ടാക്സ് ഒരു ലീസ്റ്റ് എന്താ പറയണേ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ലീസ്റ്റ് ഫേവറേറ്റ് സബ്ജക്റ്റ് ആയി മാറും. ടാക്സേഷനൊക്കെ ഏറ്റവും ലാസ്റ്റ് അവർ വെക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ടാക്സേഷൻ ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും ടാക്സേഷൻ എപ്പോഴും പ്രൈം ഇമ്പോർട്ടൻസ് കൊടുത്തേക്കണം. കാരണം നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് പോകുമ്പോഴും നിങ്ങൾ ഫൈനലില് പിന്നെ ഇൻകം ടാക്സ് ഒരു സബ്ജക്ട്, GST വേറെ രണ്ട് സബ്ജക്റ്റായി മാറും. ഇതിപ്പോ ഒറ്റ സബ്ജക്റ്റാ, പക്ഷെ ഫൈനൽ ആകുമ്പോഴത്തേക്ക് ഇൻകം ടാക്സ് ഒരു സബ്ജക്ട്, GST ഒരു സബ്ജക്ട്, ഇൻഡയറക്ട് ടാക്സ് ഒരു സബ്ജക്റ്റ് ആവും. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുമ്പോഴും ഫൈനൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ CA ഫൈനൽ പാസ്സായി കഴിഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലിക്ക് എംപ്ലോയ്മെന്റ് പോകുമ്പോഴൊക്കെ നമുക്ക് ടാക്സേഷൻ അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ ടാക്സേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ബിക്കോസ് ഇന്ത്യൻ ടാക്സേഷന്റെ അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് ഇന്ത്യയിലുള്ളത് ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. സോ യു ഷുഡ് നോ വാട്ട് ടാക്സേഷൻ വി ഫോളോ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എന്ത് ടാക്സേഷൻ നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോ ഇതിനെ നിങ്ങൾ റൈറ്റ് ഫ്രം ദി ബിഗിനിങ്, നിങ്ങളെ ഫാക്കൽറ്റി പഠിപ്പിക്കുമ്പോൾ റൈറ്റ് ഫ്രം ദി ബിഗിനിങ് അത്രയും ഇമ്പോർട്ടന്റ്. കാരണം ഇതിന്റെ നോളജ് ആണ് നാളെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തരാൻ പോകുന്നത്. കാരണം നമ്മൾ അഡ്വൈസ് കൊടുക്കുവാണല്ലോ. അപ്പൊ ആ അഡ്വൈസ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഫീസ് വാങ്ങിക്കുന്നത്. അപ്പൊ ഇതിന്റെ നോളജ്, ടാക്സേഷന്റെ നോളജ് ആണ് നിങ്ങൾക്ക് അഡ്വൈസ് തരാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഈ 3 സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് കഴിയും. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിനകത്ത് ഫസ്റ്റ് സബ്ജക്ട് നമുക്ക് പഠിക്കാനുള്ള കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. ഈ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇപ്പം ഞാൻ പാസ്സായി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റില് എന്തുകൊണ്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് ചൂസ് ചെയ്തു എന്ന് എന്നോട് ചോദിച്ചാൽ, ഈ കോസ്റ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് ഇച്ചിരി കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നത് എന്താണെന്നറിയാം? അക്കൗണ്ട്സ് എന്ത് റിസൾട്ടാ തരുന്നത്? അക്കൗണ്ട്സ് എപ്പോഴും പറയുന്നത് വാട്ട് ഹാപ്പൻഡ്, എന്താണോ സംഭവിച്ചത് അതിനെ പറ്റിയാ പറയണേ. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇത്രയും പ്രോഫിറ്റ് കിട്ടി, ഇത്രയും എനിക്ക് അസറ്റ് ഉണ്ടായിരുന്നു, ഇത്രയും എനിക്ക് ലയബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അക്കൗണ്ട്സ് ജനറലി പറയുന്നത് വാട്ട് ഹാപ്പൻഡാ. ഇനി ഈ വാട്ട് ഹാപ്പൻഡിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ഓഡിറ്റിംഗ് ചെയ്യുന്നതും ലോ അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതൊക്കെ. അപ്പൊ അക്കൗണ്ട്സ് ആണ് ബേസ് സബ്ജക്ട്. ആ സബ്ജക്റ്റിന് മുകളിലാണല്ലോ നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യുന്നതും പിന്നെ നിയമമൊക്കെ അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ. പക്ഷെ കോസ്റ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് വാട്ട് ഷുഡ് ഹാപ്പൻ. നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി എപ്പോഴും സംസാരിക്കണം. വാട്ട് ഷുഡ് ഹാപ്പൻ. അപ്പൊ മുമ്പോട്ട് എന്തായിരുന്നു ചെയ്യേണ്ടത്? അപ്പൊ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യേണ്ടത് ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ടല്ല, ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യും. നമ്മൾ ബഡ്ജറ്റ് ഒക്കെ ചെയ്തിട്ട്, ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ ബഡ്ജറ്റ് ഒക്കെ ഇറക്കുമല്ലോ, അതേപോലെ ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് നമ്മൾ കോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇച്ചിരി കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ പല ബിസിനസ്സുകളും ലോസ് ആവുന്നു. അതിന്റെ കാരണം എന്താ? പല ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നു. ആ ഡിസിഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത്? ഇപ്പൊ ഒരു മിഷനറി മേടിക്കണം, ആ മിഷനറി മേടിക്കാൻ പറ്റുമോ ഇല്ലയോ? ഇപ്പൊ ജനറലി ആൾക്കാർ ഡിസിഷൻ എടുക്കുന്ന കയ്യിൽ പൈസ ഉണ്ടോ, ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുമോ, മിഷനറി മേടിച്ചോ, അങ്ങനെ ഡിസിഷൻ അല്ല.
നമുക്ക് കോസ്റ്റിങ്ങിനകത്ത് പ്രോപ്പർ ടെക്നിക് ഉപയോഗിച്ച് പ്രോപ്പർ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും വെദർ ഐ ഷുഡ് ഇൻവെസ്റ്റ്. ഞാൻ ഒരു മിഷനറി പർച്ചേസ് ഓക്കെ. അപ്പോ അങ്ങനെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സബ്ജക്റ്റ് ആണ് കോസ്റ്റിംഗ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആണ്. അപ്പൊ ഈ കോൺസെപ്റ്റ് പഠിപ്പിച്ച് കോൺസെപ്റ്റ് മനസ്സിലാക്കി പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റിംഗ്, നേരത്തെ മാഡം ഒരു കാര്യം പറഞ്ഞു സുബേദ മാഡം, കുറെ കുട്ടികൾക്ക് കോസ്റ്റിങ്ങിനകത്ത് എക്സംഷൻ കിട്ടുന്നത് സാറിന്റെ മഹത്വമാണോ അതോ ഈ സബ്ജക്റ്റിന്റെ പ്രത്യേകത മാഡത്തിന് അറിയത്തിലാണ്. ശരിക്കും പറഞ്ഞ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് എന്തോന്ന് വെച്ചാൽ ഞാൻ ആ സബ്ജക്റ്റിന്റെ ഫുൾ കോൺസെപ്റ്റ് അങ്ങ് പറഞ്ഞു തരും. ഓരോ ചാപ്റ്ററിലും നമ്മൾ ടോട്ടൽ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ടോപ്പിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ചാപ്റ്റർ എന്തുകൊണ്ടാണ് പഠിക്കേണ്ടി വരുന്നത്, അതിനകത്ത് എന്താണ് കോൺസെപ്റ്റ് ഉള്ളത്, എങ്ങനത്തൊക്കെ ക്വസ്റ്റ്യൻസ് ആ വരുന്നത്, ICA എന്തൊക്കെയായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഈ പറയുന്ന കോൺസെപ്റ്റ് ഓറിയന്റഡ് പഠിക്കുന്ന സമയത്ത് ഇനി ഇച്ചിരി കൂടെ പ്രാക്ടിക്കലും കൂടെ ആണ്. കാരണം റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഒരു മിഷനറി മേടിക്കണോ വേണ്ടയോ, നമുക്കത് റിയൽ ലൈഫിൽ ആലോചിച്ച് തന്നെ ചെയ്യാം. ഓക്കെ, ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിക്ക് ഇത്രയും രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, അത് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഡിസിഷൻ നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോ മാനേജ്മെന്റിന് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുക, ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഇൻഫർമേഷൻ കൊടുക്കുക. അപ്പൊ ഇത് ഭയങ്കര ഫ്യൂച്ചർ ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രാക്ടിക്കലിയും നമ്മൾ പാസ്സായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുവാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാനുഫാക്ചറിങ് കമ്പനിയിൽ നമ്മൾ ആസ് എ CFO ജോലി ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ജോലി ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് കോസ്റ്റിംഗ് ഉപയോഗിച്ച് ഡിസിഷൻസ് എടുക്കാം. ഓക്കെ, ബാക്കി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ് 2-ലും മൂന്നാമത്തെ പഠിക്കാനുള്ളത് ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് ആണ്. ഓക്കെ, ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്യാൻ ഗവൺമെന്റ് പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്യാൻ, കമ്പനീസിന്റെ ഓഡിറ്റ് ചെയ്യാൻ ഇന്ത്യയില് ചാർട്ടേഡ് അക്കൗണ്ടൻസിന് മാത്രമേ പറ്റത്തുള്ളൂ. അത് നമ്മൾ CA ഫൗണ്ടേഷന്റെ കമ്പനീസ് ചാപ്റ്ററിന്റെ ഫസ്റ്റിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് എനിക്കൊന്ന് ഫീച്ചേഴ്സിനങ്ങാണ്ട് പഠിച്ചപ്പോൾ ആ ഫീച്ചേഴ്സിനകത്ത് കമ്പനിയുടെ ഫിനാൻഷ്യൽസ്, അവര് കമ്പനിനകത്ത് ഓപ്പറേഷൻസ് ഉണ്ടോ ഇല്ലയോ, ഇറ്റ് ഡസന്റ് മാറ്റർ. ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനി പ്രോഫിറ്റിലാണെങ്കിലും ലോസിലാണെങ്കിലും കമ്പനി റൺ ചെയ്താലും ഇല്ലെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോൾ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തിരിക്കണം. അത് ഓഡിറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ ചാർട്ടേഡ് അക്കൗണ്ടിന് മാത്രമേ പറ്റുള്ളൂ. അപ്പോ ആ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്യേണ്ടത്, ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നമ്മൾ അത് എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്, അത് എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഓഡിറ്റിനകത്ത് പഠിക്കാറുണ്ട്. എന്നിട്ട് അത് എങ്ങനെ, അതിന്റെ പ്രൊസീജിയർ എന്താണ്, അത് നമുക്ക് ഈ ഓഡിറ്റിംഗ് ചാപ്റ്ററിൽ പഠിക്കാറുണ്ട്. ഇനി ഓഡിറ്റ് ചെയ്യേണ്ട സമയത്ത് വാട്ട് ഓൾ എത്തിക്സ് വി ഹാവ് ടു ഫോളോ, എന്തൊക്കെ എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്യണം. എല്ലാ പ്രൊഫഷണൽ ബിസിനസിനും എത്തിക്സ് ഉണ്ട്. ഡോക്ടേഴ്സിന് എത്തിക്സ് പഠിക്കാനുണ്ട്, LLBയിൽ എത്തിക്സ് പഠിക്കാനുണ്ട്, എഞ്ചിനീയേഴ്സിന് എത്തിക്സ് പഠിക്കാനുണ്ട്. അതേപോലെ നമ്മുടെ പ്രൊഫഷനിൽ എത്തിക്സ് പഠിക്കാനുണ്ട്. നമ്മൾ എന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യണം, ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൽ സമൂഹത്തിൽ കീപ്പ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് എന്താ, ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് വാട്ട് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഹി ഹാസ് ടു ഫോളോ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ എത്തിക്സിൽ പഠിക്കാനുണ്ട്. അപ്പോ ഓഡിറ്റിംഗ് തിയറി സബ്ജക്റ്റ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പൊ ഇതാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്ട്. അടുത്ത സബ്ജക്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള 2 സബ്ജക്ട് മിക്സ്ചർ ആണ്. 6th സബ്ജക്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റും സ്ട്രാറ്റജിക് മാനേജ്മെന്റും. ആസ് നെയിം സജസ്റ്റ്, ഇറ്റ് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. എങ്ങനെ ഫിനാൻസ് മാനേജ് ചെയ്യണം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ബിസിനസ്സിന് ഓണർ ഇപ്പൊ 2 കോടി രൂപയാണ് വേണ്ടെങ്കിൽ ആ 2 കോടി രൂപ അയാൾ സ്വന്തം കയ്യിൽ നിന്ന് എടുക്കണോ അതോ കടം വാങ്ങിക്കണോ, ആ ഡിസിഷൻ എടുക്കാം. ഇപ്പം ബിസിനസിന്റെ കയ്യിൽ ഒരു പൈസ ഉണ്ട്, ആ പൈസ അവരെവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ആ ഡിസിഷൻ അവർക്ക് എടുക്കാം. അപ്പോ ജനറലി ഫിനാൻസിനെ എങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം, അതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇനി ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇവിടെ ഒരു ചെറിയ
ട്രെയിലർ മാത്രമേ ഉള്ളൂ. ഇതൊരു ഫുൾ സബ്ജക്റ്റായി ഫൈനലിന് വരും. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈ സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഫൈനലിൽ പഠിക്കാനുണ്ട്, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, ഹൗ വി ക്യാൻ മാനേജ് ഫിനാൻസ്. അപ്പൊ ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതും അങ്ങനെയാണല്ലോ, അതാണല്ലോ എങ്ങനെ നമ്മൾ നമ്മുടെ ഫിനാൻസ് മാനേജ് ചെയ്യണം എന്നുള്ളത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്ത് സ്ട്രാറ്റജീസ് നമുക്ക് ബിസിനസ്സിൽ ചെയ്യാം, സോ ദാറ്റ് ബിസിനസ് ഗ്രോ അല്ലെങ്കിൽ ബിസിനസ് സക്സസ് ആവാൻ പറ്റുന്ന എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് ബിസിനസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ജനറലി തിയറി സബ്ജക്റ്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് പ്രോബ്ലം ആൻഡ് തിയറി. മെജോറിറ്റി പ്രോബ്ലം ആയിരിക്കും അതിനകത്തുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് സി എ ഇന്റർമീഡിയറ്റിൽ പഠിക്കാനുള്ളത്. സി എ ഇന്റർമീഡിയറ്റ് ടോട്ടൽ കോൺസെപ്റ്റ് ബേസ് ആണ്. ടോട്ടൽ കോൺസെപ്റ്റ് ബേസ് ആണ്. നമുക്ക് ഒരു കാര്യം പോലും കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇന്റർമീഡിയറ്റിൽ. കാണാപ്പാഠം പഠിച്ച് മുമ്പോട്ട് പോകാനും പറ്റത്തില്ല. നമുക്ക് ICIക്ക് ഈ എക്സാം പേപ്പർ ഇടുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീമുണ്ട്. അവര് റിസർച്ച് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ കൊണ്ടുവരുന്നത്. ആ ക്വസ്റ്റ്യൻ അവർ ഇടുന്നത് പല സമയത്ത് പല ആൾക്കാരും നെഗറ്റീവ് പറയാറുണ്ട്, മനഃപൂർവ്വം തോപ്പിക്കാൻ വേണ്ടി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അങ്ങനെയല്ല അവർ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്നത്. അവർ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്നത് ശരിക്കും നമ്മുടെ കോൺസെപ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാ. നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് നമുക്ക് ക്ലാരിറ്റി ഉണ്ടോ? അപ്പൊ ഒറ്റ കാര്യം മനസ്സിൽ വെച്ചാൽ മതി, CA ഇന്റർമീഡിയറ്റിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടോ എന്നാണ് അവർ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ കോൺസെപ്റ്റ് ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. ആ കോൺസെപ്റ്റ് ക്ലാരിറ്റി വരാൻ വേണ്ടി നമ്മൾ ക്ലാസ്സിൽ ഫാക്കൽറ്റി പഠിപ്പിക്കുമ്പോൾ ഒരു ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ അതിനകത്തൊരു കോൺസെപ്റ്റ് പറഞ്ഞു തന്നാൽ ആ കോൺസെപ്റ്റ് മനസ്സിലാവുന്ന വരെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കണം. കാരണം നമുക്ക് ഇത് നാളെ പഠിക്കാം അല്ലെങ്കിൽ പിന്നെ നോക്കാം എന്ന രീതിയിൽ ഇരുന്നാൽ ആ കോൺസെപ്റ്റ് ഒരിക്കലും ക്ലിയർ ആവില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, CA ഇന്റർമീഡിയറ്റ് ഈസ് ഓൾ അബൌട്ട് കോൺസെപ്റ്റ് ക്ലാരിറ്റി. നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് CA ഇന്റർമീഡിയറ്റ് പാസ്സാകാൻ പറ്റും. CA ഫൗണ്ടേഷന്റെ കേസ് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് ചെയ്താൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താൽ നമുക്ക് കുറച്ച് പാസ് ആവാനുള്ള കാര്യങ്ങൾ എളുപ്പമാണ്. പക്ഷെ ഇന്റർമീഡിയറ്റിൽ അങ്ങനല്ല. ഇന്റർമീഡിയറ്റ് പാസ് ആവുന്ന ഒരു കുട്ടിയുടെ ക്വാളിറ്റി മാറും, നമ്മൾ പോലും അറിയാതെ മാറും. അതുകൊണ്ടാണ് CA ഇന്റർമീഡിയറ്റ് പാസ്സായവർക്ക് മാർക്കറ്റിൽ വാല്യൂ ഉള്ളത്. കാരണം അവർക്കറിയാം CA ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഈ കുട്ടി പാസ് ആയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ട്. ഇപ്പം ഞാൻ പല സമയത്തും പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ, CA ഇന്റർമീഡിയറ്റ് ഇപ്പൊ സപ്പോസ് ഒരു ക്ലാസ്സിൽ ഇരുന്ന 2 കുട്ടികൾ CA ഇന്റർമീഡിയറ്റ് ഞാൻ പഠിപ്പിച്ചു, IIT പഠിച്ചു. ഒരു കുട്ടി പാസ്സായി, ഒരു കുട്ടി പാസ്സായില്ല. 2 പേരും എൻ്റെ അടുത്ത് വരിക. ഒരാൾ ആർട്ടിക്കൽഷിപ്പിന് ജോയിൻ ചെയ്തു, ഒരാൾക്ക് എക്സാം എഴുതുന്ന വരെ ചുമ്മാതെ ജോലി ചെയ്യണം. അപ്പൊ 2 പേരും സെയിം ക്ലാസ്സിൽ പഠിച്ചതാ, സെയിം ടെക്സ്റ്റ് ബുക്ക് പഠിച്ചതാ. ഒരാൾ പാസ്സായി, ഒരാൾ പാസ്സായില്ല. ഞാൻ ഈ 2 പേർക്ക് ഒരു വർക്ക് കൊടുക്കുന്ന സമയത്ത് CA ഇന്റർമീഡിയറ്റ് ആയ സ്റ്റുഡന്റ് അത് ചെയ്യുന്നതും ആവാതിരിക്കുന്ന സ്റ്റുഡന്റ് ചെയ്യുന്നതും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ആ വർക്കിൽ ആ ഡിഫറൻസ് കാണാൻ പറ്റും. ഇനി ആ ഡിഫറൻസ് തെറ്റിദ്ധരിക്കരുത്. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് പാസ്സായവന് ഇച്ചിരി കൂടുതൽ ബുദ്ധി ഉണ്ടായതുകൊണ്ട്, IQ ലെവൽ ഉണ്ടായതുകൊണ്ടാണ് അല്ല. ഈ CA എന്ന് പറയുന്ന സബ്ജക്റ്റിൽ IQ എന്ന് പറയുന്ന സാധനം വേണ്ട. ഈ CA എന്ന് പറയുന്ന കോഴ്സിൽ ഇതിനകത്ത് നിങ്ങളുടെ ഡെഡിക്കേഷനും നിങ്ങളുടെ ഹാർഡ് വർക്കും മാത്രം മതി. അപ്പോ ഇനിയിപ്പോ നിങ്ങളുടെ 8ാം തീയതി റിസൾട്ട് വരുവാണ്. 8ാം തീയതി റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ പാസ് ആവുകയാണെങ്കിൽ, നിങ്ങൾ CA ഇന്റർമീഡിയറ്റ് വരുവാണെങ്കിൽ, ഫ്രം ദി ഡേ 1 നിങ്ങൾ ഈ 9 months ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ട് വേണം ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വരാൻ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ബാക്കിയുള്ള ക്ലാസ്സുകൾ ആയിക്കോട്ടെ, എക്സാമിനേഷൻസ് ആയിക്കോട്ടെ, ബാക്കി ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ആയിക്കോട്ടെ, എക്സ്ട്രാ ക്ലാസ് ആയിക്കോട്ടെ, ഇതെല്ലാം IIT പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ആ ഒരു ഏരിയ നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ട് മാത്രം വന്നാൽ മതി. ഓക്കെ, ഇനി ഞാൻ കുറച്ച് മാർക്ക് സ്കോറിങ് എങ്ങനെയാണ് ഇത് പാസ് ആവേണ്ടേ എന്ന്, കാരണം 2 സബ്ജക്ട് ഉണ്ടല്ലോ, 2 സബ്ജക്റ്റിൽ എങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യേണ്ടത്, അത് എങ്ങനെ നമുക്ക് ബോത്ത് ഗ്രൂപ്പ് പാസ് ആവാൻ പറ്റും, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾക്കറിയാം ഓരോ സബ്ജക്ട്, ഇപ്പം ഫസ്റ്റ് ഗ്രൂപ്പിൽ 3 സബ്ജക്ട് ഉണ്ട്, സെക്കൻഡ് ഗ്രൂപ്പിൽ 3 സബ്ജക്ട് ഉണ്ട്. ഓരോ സബ്ജക്റ്റിനും 100 മാർക്സ് ആണ്. ആ ഒരു സബ്ജക്ട് പാസ് ആവണമെങ്കിൽ 100ൽ നമ്മൾ എത്ര മേടിക്കണം? 40 മേടിക്കണം ഒരു സബ്ജക്ട് പാസ് ആവണമെങ്കിൽ. അങ്ങനെ
3 സബ്ജക്റ്റ് ഞാൻ 40 വെച്ച് മേടിച്ചാൽ 40 ഇൻറ്റു 3 എനിക്ക് 120 കിട്ടത്തുള്ളൂ. ആ ഗ്രൂപ്പിൽ പാസ്സാവില്ല. കാരണം ആ ഗ്രൂപ്പ് പാസ്സാവണമെങ്കിൽ 3 സബ്ജക്റ്റ് അല്ലേ, അപ്പോ 300 മാർക്കിന്റെ ആണല്ലോ ടോട്ടൽ. ആ 300ൽ നിന്ന് മിനിമം 3 സബ്ജക്റ്റിന് മാർക്ക് കൂടെ ചേർത്തിട്ട് എത്ര കിട്ടണം? അതിന്റെ പകുതി എങ്കിലും കിട്ടണം, 150. അപ്പൊ 2 ക്രൈറ്റീരിയ പാസ്സാവണമെങ്കിൽ. ഒന്ന്, ഇൻഡിവിജ്വൽ സബ്ജക്ട് 40 കിട്ടിയേ വേണം. 3 സബ്ജക്റ്റിന്റെ മാർക്ക് കൂട്ടി അഗ്രിഗേറ്റ് ഔട്ട് ഓഫ് 300 150 കിട്ടിയേ വേണം. ഇത് പറയുമ്പോ എന്തോ വലിയ കാര്യമൊക്കെയാണ്, ഇത് ഭയങ്കര ടഫാണല്ലോ. എടാ, 300ൽ നിന്ന് പകുതി മേടിച്ചാൽ മതി, അങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങൾ ഇതിന്റെ 80% 90% മേടിക്കാൻ പറയുന്നില്ല. 3 സബ്ജക്റ്റിനൊക്കെ ചേർത്ത് 300 അതിന്റെ പകുതി 50%, 150 മേടിച്ചാൽ മതി പാസ്സാവണമെങ്കിൽ. അതിനെ അത്രയായിട്ട് കണ്ടാൽ മതി, അതിനെ വലിയ സംഭവമായിട്ട് കാണേണ്ട ആവശ്യമില്ല. ആൻഡ് അറിയാലോ, അബവ് 60% മേടിക്കുവാണെങ്കിൽ നമുക്ക് എക്സംഷനാണ്. ഏതൊരു സബ്ജക്റ്റിന് അബവ് 60 മേടിക്കുവാണെങ്കിൽ എക്സംഷനാണ്. ഓക്കെ, അത് എലാബറേറ്റ് ചെയ്തിട്ട് ഞാൻ എഴുതിച്ചതാണ്. നമുക്ക് ഒരു സബ്ജക്റ്റിന് പാസ് ആവണമെങ്കിൽ മിനിമം നമുക്ക് 40 മാർക്ക് വേണം ഇൻഡിവിജ്വൽ. അപ്പൊ അതാണ് ഫസ്റ്റ് കണ്ടീഷൻ, മിനിമം മാർക്സ് ഇൻ ഈച്ച് സബ്ജക്ട്. ഓരോ സബ്ജക്റ്റിനും മിനിമം 40 മാർക്സ് മേടിച്ചാലേ നമ്മൾ പാസ് ആവുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ, 3 സബ്ജക്ട് 100 മാർക്ക് ചേർത്തിട്ട് 300 ടോട്ടൽ. പാസ് ആവണമെങ്കിൽ ആ 300ന്റെ പകുതി 150 എങ്കിലും നമ്മൾ മേടിച്ചിരിക്കണം. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ നമ്മൾ പാസ് ആവുള്ളൂ. ഓരോ സബ്ജക്ട് 40 അബവ് മേടിക്കുകയും വേണം, ഒരു ഗ്രൂപ്പിന് 150 അബവ് ചെയ്യാൻ വേണം. അപ്പം ഈ 2 ഗ്രൂപ്പ് എഴുതുന്നതിന്റെ പവർ അങ്ങനെയാണ്. ഇപ്പൊ സപ്പോസ് എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ എല്ലാം 40 അബവ് ഞാൻ മേടിച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ പാസ് ആയിട്ടുണ്ട്, എനിക്ക് 170 മാർക്കുണ്ട്. സെക്കൻഡ് ഗ്രൂപ്പിൽ ഞാൻ എല്ലാം അബവ് 40 വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് 130 ഉള്ളൂ. അപ്പോ 130 ഉള്ളൂ എങ്കിൽ എനിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് ഞാൻ ക്ലിയർ ആയില്ല, കാരണം മിനിമം 150 വേണം. പക്ഷെ രണ്ടും ഒരുമിച്ച് എഴുതായതുകൊണ്ട് ഇവിടെ 150 കഴിഞ്ഞിട്ട് 20 എക്സ്ട്രാ കിടപ്പിയില്ലേ, ആ 20 എനിക്ക് ഇവിടെ അഡ്ജസ്റ്റ് ആവും അഗ്രിഗേറ്റിൽ. അങ്ങനെ സെക്കൻഡ് ഗ്രൂപ്പും പാസ് ആവും. ഈ അഗ്രിഗേറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ ഓരോരോ കണ്ടീഷൻ, ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, എല്ലാ സബ്ജക്റ്റിനും മിനിമം 40 വേണം. അങ്ങനെയാണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ 170 കിട്ടി, സെക്കൻഡ് ഗ്രൂപ്പിൽ 130 കിട്ടിയുള്ളൂ. പക്ഷെ എല്ലാം പാസ്സായി, എല്ലാ സബ്ജക്റ്റും പാസ്സായാൽ നമുക്ക് ഇവിടുന്ന് അഗ്രിഗേറ്റ് കിട്ടും. പക്ഷെ ഓരോ ഗ്രൂപ്പ് സെപ്പറേറ്റ്ലി എഴുതുന്നവർക്ക് ഈ അഗ്രിഗേറ്റ് കിട്ടത്തില്ല, 150 മിനിമം മേടിച്ചേ പറ്റത്തുള്ളൂ. രണ്ട് ഗ്രൂപ്പ് ഒരുമിച്ച് എഴുതുന്നവർക്ക് മാത്രമേ ഈ അഗ്രിഗേറ്റ് വർക്ക് ചെയ്യത്തുള്ളൂ. ഇതിന്റെ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിന് 55, കോർപ്പറേറ്റ് ലോയ്ക്ക് 45, ടാക്സേഷൻ 52. ഓക്കെ, 3 കൂടെ ചേർത്തിട്ട് 152 ആയി. അപ്പൊ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. എല്ലാം 40 അബവ് ഉണ്ട്, ഫസ്റ്റ് ഗ്രൂപ്പിന് എനിക്ക് 150 അബവ് ഉണ്ട്, 152 ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ ക്ലിയർ ആയി. എക്സാമ്പിൾ 2, അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് 80 എക്സംഷനാ, ടാക്സേഷൻ 60 എക്സംഷനാ, പക്ഷെ കോർപ്പറേറ്റ് ലോ 35 ഉള്ളൂ. പക്ഷെ മൂന്നിന്റെ അഗ്രിഗേറ്റ് എടുത്ത് നോക്കുമ്പോൾ നോക്കി 150 അബവ് 175 ആ. പക്ഷെ നമുക്കത് കിട്ടത്തില്ല, നമ്മൾ ഫെയിൽ ആവും. നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ പാസ്സായില്ല, എല്ലാ സബ്ജക്റ്റിനും എന്ത് കിട്ടിയില്ല, 40 കിട്ടിയില്ല. അപ്പൊ നമുക്കിത് ഒന്നുകൂടി എഴുതേണ്ടി വരും. ബട്ട് അബവ് 60 ആണെങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടും, അത് എഴുതേണ്ടി വരത്തില്ല. ഇനി നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ സി ഇന്റർമീഡിയറ്റ് പാസ്സാവാം? ആദ്യം തന്നെ ഞാൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എല്ലാം ലോജിക് ബേസ്, നമ്മൾ ചെയ്യുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. ചുമ്മാതെ കാണാപ്പാഠം പഠിച്ച് ഇത് പാസ്സാവെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഇവിടെ 2 കുട്ടികളുണ്ടെന്ന് വിചാരിച്ചു. അതിനകത്ത് ആദ്യത്തെ ആള്, ഫസ്റ്റ് ആള് +1 +2, +2 ഫുൾ A+, അല്ല 100 ഔട്ട് ഓഫ് 100 മാർക്ക്, ഫുൾ മാർക്കാ. CA ഫൗണ്ടേഷനില് റിസൾട്ട് വന്നപ്പോ ടോപ്പാ, നല്ല മാർക്കുണ്ട്, IIT ടോപ്പ് 3 ഒരാളാ, അല്ലെങ്കിൽ ടോപ്പ് 10 ഒരാളാ. രണ്ടാമത്തെ ആള്, സെക്കൻഡ് പേഴ്സൺ,
11th 12th ഒക്കെ ജസ്റ്റ് പാസ്സാണ്. CA ഫൗണ്ടേഷനിൽ ജസ്റ്റ് പാസ്സാ. 100 ആണെങ്കിൽ 100 തന്നെ മേടിച്ച് 100 വെച്ച് പാസ്സാ. മറ്റേ ആണെങ്കിൽ 200, ഇപ്പം ഞാൻ 200 സംസാരിക്കുന്നത്. ഇപ്പൊ 200 അല്ലെങ്കിൽ 400 എടുത്തോ. എത്ര മറ്റേ ആൾക്ക് ജസ്റ്റ് മിനിമം വേണമല്ലോ. ഇപ്പൊ 200 മറ്റേ ആൾക്ക് ഇച്ചിരി 200 കുറച്ച് കൂടുതലുണ്ട്, അല്ലെങ്കിൽ 300 ഉണ്ട്. അപ്പൊ നല്ല മാർക്കുണ്ട്. ഈ രണ്ടാൾ CA ഫൗണ്ടേഷൻ റാങ്ക് ഉണ്ടെന്ന് വിചാരിച്ചു. CA ഫൗണ്ടേഷൻ റാങ്ക് എടുത്തു. CA ഫൗണ്ടേഷൻ റാങ്ക് ഉണ്ട്, ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ട്. മറ്റേ ആള് ജസ്റ്റ് പാസ് CA ഫൗണ്ടേഷൻ. ഈ രണ്ട് കുട്ടികളും CA ഇന്റർമീഡിയറ്റ് വരുമ്പോൾ ഈക്വൽ ആണ്. CA ഇന്റർമീഡിയറ്റ് വരുമ്പോൾ ഈക്വൽ ആണ്. ഇതിനു മുമ്പ് പഠിച്ച് നല്ല മാർക്ക് മേടിച്ചുകൊണ്ട് CA ഇന്റർമീഡിയറ്റിൽ നല്ല മാർക്ക് മേടിച്ച് പാസ്സാവാൻ പറ്റുമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇതിനു മുമ്പ് ജസ്റ്റ് പാസ്സാണ്, അതുകൊണ്ട് അവൻ തോക്കും എന്നും നിർബന്ധമില്ല. ഈ രണ്ട് കുട്ടികളും CA ഇന്റർമീഡിയറ്റ്, ഈ രണ്ട് സ്റ്റുഡൻസും CA ഇന്റർമീഡിയറ്റിൽ ഈക്വൽ ആണ്. ഇവിടെ CA ഇന്റർമീഡിയറ്റിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവൻ മാത്രമേ മുമ്പോട്ട് പോകത്തുള്ളൂ. ഡെഡിക്കേഷൻ കാണിക്കുന്ന, കൺസിസ്റ്റൻസി കാണിക്കുന്നവർ മാത്രമേ മുമ്പോട്ട് പോകത്തുള്ളൂ. അല്ലാതെ CA ഫൗണ്ടേഷന്റെ മാർക്കോ +2ന്റെ +1ന്റെ മാർക്കോ നിങ്ങളുടെ ഈവൻ IQ ലെവൽ പോലും ഇറ്റ് ഡസന്റ് മാറ്റർ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്, നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണ് ഈ 9 months എങ്കിൽ മാത്രം നിങ്ങൾ മുമ്പോട്ട് പോകും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ടോട്ടൽ സബ്ജക്ട്സിൽ നിന്ന് 3 എണ്ണമാണ് പ്രാക്ടിക്കൽ സബ്ജക്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഞാൻ പറയുന്ന പോലെ എന്റെ കൂടെ തന്നെ കണ്ടീഷൻസ് അപ്ലൈ. ഞാൻ പറയുന്നതിന്റെ എന്റെ കൂടെ തന്നെ പഠിച്ചു വരുവാണെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റിൽ മിനിമം 70 മാർക്സ് ഞാൻ ഗ്യാരണ്ടി തരുക. അതേപോലെ ഫസ്റ്റ് ഗ്രൂപ്പിൽ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് മാർക്ക് സ്കോറിംഗ് ആണ്. യു ക്യാൻ ഈസിലി സ്കോർ 60 മാർക്സ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 50 മാർക്സിന്റെ ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ചേർത്താണ് 100 മാർക്ക്. അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് 50 മാർക്സ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് യു ക്യാൻ ഈസിലി സ്കോർ 40 മാർക്സ് ഔട്ട് ഓഫ് 50, ബിക്കോസ് ഈ 3 എണ്ണവും പ്രാക്ടിക്കൽ ആണ്. അപ്പൊ ഇത് മോർ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആണ്. കാണാപ്പാടം പഠിക്കണ്ട. കോൺസെപ്റ്റ് ക്ലിയർ ആണോ, എന്ത് വലിയ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് ക്ലിയർ അല്ല, എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റൂല. കാരണം CA ഇന്റർമീഡിയറ്റ് +1 +2 കൂട്ടിട്ട് ഒരു ഫോർമുല എഴുതിയിട്ട് എന്നാ സോൾവ് ചെയ്തോ, ഞങ്ങൾ 5 മാർക്ക് തരാം എന്നൊരു സാധനം ഉണ്ടാവില്ല. അവർ നമ്മുടെ കോൺസെപ്റ്റ് ചെക്ക് ചെയ്യും. കോൺസെപ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി 3 എണ്ണം തിയറി സബ്ജക്റ്റ് ആണ്. കോർപ്പറേറ്റ് ലോ, ഓഡിറ്റിംഗ് എത്തിക്സ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഇതിനകത്ത് ലോ സബ്ജക്റ്റിന്റെ പ്രത്യേകത, ഫാക്കൽറ്റി പഠിപ്പിക്കുമ്പോൾ എല്ലാം മനസ്സിലാവും. പക്ഷെ IIT എക്സാം ഒക്കെ ഇടുമ്പോൾ ചിലപ്പോൾ മാർക്ക് കിട്ടത്തില്ല. അതിന്റെ മെയിൻ റീസൺ തിയറി സബ്ജക്ട് ആയതുകൊണ്ട് മനസ്സിലായെന്ന് വിചാരിച്ച് പിന്നെ പഠിക്കത്തില്ല, എഴുതി നോക്കത്തില്ല. അപ്പോ ലോ എപ്പോഴും എഴുതി നോക്കേണ്ടതാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസിനോട് ഞാൻ പറയാറുണ്ട്, ഇത് IIT ഇപ്പൊ തുടങ്ങിയിട്ട് 10-20 വർഷത്തിൽ കൂടുതലായി. കുറെ കുട്ടികളെ പാസ്സാക്കിയിട്ടുണ്ട്, കുറെ സിലബസ് മാറി മാറി വന്ന കാര്യങ്ങളൊക്കെ IIT ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രയും 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അവർക്കറിയാം എങ്ങനെ പോയാൽ, എങ്ങനെ ചെയ്താൽ നമുക്കിത് പാസ്സാകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ CA ഇന്റർമീഡിയറ്റിന്റെ സമയത്ത് ഞാൻ കണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു എക്സാം ഇടുന്നുണ്ട്. പക്ഷെ കുട്ടികളൊന്നും എക്സാം അറ്റൻഡ് ചെയ്യത്തില്ല. 2 റീസൺ. ഒന്ന്, ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഒന്ന്, ഞങ്ങൾക്ക് പ്രഷർ വരുന്നുണ്ട്. ക്ലാസ് ഉണ്ട്, ക്ലാസ്സിന്റെ കാര്യം പഠിക്കാനുണ്ട്. അതിന്റെ കൂടെയാണ് പിന്നെ IIT അതിന്റെ മുകളിൽ കൂടെ എക്സാം ഇടുന്നത്. ട്രസ്റ്റ് മീ, നിങ്ങളെ ആ പ്രഷർ, നിങ്ങൾ CA ഇന്റർമീഡിയറ്റിൽ നിങ്ങൾക്ക് പ്രഷർ വന്നില്ല എങ്കിൽ യു ആർ നോട്ട് ഗോയിങ് ഇൻ റൈറ്റ് ഡയറക്ഷൻ. നിങ്ങൾക്ക് CA ഇന്റർമീഡിയറ്റിൽ പ്രഷർ വരണം. നിങ്ങൾക്ക് പ്രഷർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നെഗറ്റീവ് വാക്കല്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങ് തല പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള പ്രഷർ, ആ നെഗറ്റീവ് അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒന്നിനും സമയം കിട്ടും. നിങ്ങൾക്ക് പഠിക്കാൻ നല്ല ഇഷ്ടംപോലെ സമയം കിട്ടും. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നു. വേറെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒന്നും നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ. ആ പ്രശ്നമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇന്ന് ഫാക്കൽറ്റി പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നാളെ IIT എക്സാം വെച്ചിട്ടുണ്ട്. അപ്പൊ 1 മണിക്കൂർ 2 മണിക്കൂർ അത് റിവൈസ് ചെയ്തു.
അത് പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് ഉറങ്ങാനുള്ള സമയമായി, ഉറങ്ങി, രാവിലെ എണീച്ച് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു, ക്ലാസ്സിന് പോയി, IIT എക്സാം ഇടുന്നു, എക്സാം. അപ്പൊ ആ ഒരു പ്രശ്നം ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഫ്രീ ടൈം ഇല്ല, നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പോ IIT എന്തൊക്കെ എക്സാം, എപ്പൊക്കെ എക്സാം ഇടുന്നുണ്ടോ ആ എക്സാം ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, ആ എക്സാം ഒക്കെ നിങ്ങൾ എഴുതി നോക്കണം. എസ്പെഷ്യലി നിങ്ങളുടെ തിയറി സബ്ജക്ട്സ് എഴുതി പഠിച്ചില്ല എങ്കിൽ നമുക്ക് ജസ്റ്റ് വായിച്ച് വായിച്ച് പോയാൽ വി കനോട്ട് പെർഫോം ഇൻ എക്സാമിനേഷൻ. നമുക്ക് എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. എഴുതി തന്നെ നോക്കണം. ഈ നമ്മൾ വീട്ടിൽ ഇരുന്ന് എഴുതുന്നത് നോക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പല സാധനങ്ങളും നമ്മൾ സ്കിപ്പ് ചെയ്യും, നമ്മൾ ചിലപ്പോൾ ഫുൾ എഴുതത്തില്ല. പക്ഷെ IIT എക്സാം എഴുതുമ്പോൾ നമ്മൾ അവിടെ ഇരുന്നേ പറ്റത്തുള്ളൂ, നമുക്ക് എക്സാം എഴുതിയേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ചിലപ്പോൾ അവർ മാർക്കൊക്കെ വീട്ടിൽ പറയുകയും ചെയ്യും. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ പഠിക്കും. അപ്പോ ഓരോ സബ്ജക്റ്റിന്റെയും കാര്യങ്ങൾ ഫാക്കൽറ്റീസ് പറയുന്നത് നിങ്ങൾ കേൾക്കുക. അത് കൂടാതെ IIT അവർ എന്തൊക്കെയാണോ IIT എക്സാമിന്റെ കാര്യം പറയുന്നത്, പഠിക്കുന്ന രീതി പറയുന്നത്, അത് നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം എടാ, ഞങ്ങളിപ്പം ഇവിടുന്ന് പഠിപ്പിക്കുന്നതാണെങ്കിലും അവിടുന്ന് IIT മാനേജ് ചെയ്യുവാണെങ്കിലും നിങ്ങളുടെ പേരൻസ് നിങ്ങളെ പഠിപ്പിക്കാൻ വിടുന്നതും നിങ്ങൾ പഠിക്കാൻ ഇരുന്നതും എല്ലാം ഒരു കോമൺ ഗോളാ. നമ്മുടെ റിസൾട്ട് വരുമ്പോഴേ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പിന്റെ താഴെ ഇങ്ങനെ പാസ് എന്ന് പറഞ്ഞ് എഴുതി വരണം. ഇപ്പൊ ഞങ്ങള് ഇപ്പം പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിച്ച് IIT ഫീസ് വാങ്ങിച്ച് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ശരിക്കുള്ള എല്ലാ ഫാക്കൽറ്റീസിനും നമുക്ക് ഒരു സന്തോഷം വരുന്നത് എപ്പോഴും നമുക്കൊരു 100% സാറ്റിസ്ഫാക്ഷൻ. ഈ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പൊ നമുക്ക് ഈ 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ നല്ല മാർക്കോടെ പാസ്സാവുമ്പോഴാണ്. അപ്പൊ എനിക്ക് എല്ലാ ഫാക്കൽറ്റീസിനെ പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുക, നിങ്ങൾക്ക് ഇപ്പൊ IIT വരുന്ന എല്ലാ ഫാക്കൽറ്റീസും ജസ്റ്റ് പഠിപ്പിച്ചു പോകാൻ വേണ്ടി മാത്രമല്ല, അവർക്ക് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം. നിങ്ങൾ 100% പാസ് ആവണം, റിസൾട്ട് വരണം, എല്ലാവരും നല്ല രീതിയിൽ പാസ് ആവണം. അതിനുവേണ്ടി നിങ്ങൾ എത്ര ഡൗട്ട് ചോദിക്കുന്നു, നമ്മൾ എപ്പോഴും ഫാക്കൽറ്റി റൂമിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏത് ബാച്ചാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട് ചോദിക്കുന്ന ബാച്ച്. ഓക്കെ, അപ്പോ ഡൗട്ട് ചോദിക്കുന്ന ബാച്ച് ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഒരു 4-5 കുട്ടികൾ മതി നല്ല രീതിയിൽ ഡൗട്ട് ചോദിക്കാൻ, ആ ഫുൾ ക്ലാസ്സിന് ബെനിഫിറ്റാ. അപ്പോ ഫാക്കൽറ്റീസിന്റെ ജോലി സിമ്പിൾ ആക്കരുത്. എന്നുവെച്ചാൽ രാവിലെ വരുന്നു, വൈകിട്ട് പോകുന്നു, നിങ്ങൾ എന്തൊക്കെയോ പഠിപ്പിക്കും, നിങ്ങൾ പോകും. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ പറ. നിങ്ങൾ 100 തവണ ഡൗട്ട് ചോദിച്ചാലും പറഞ്ഞു തരാത്തക്ക രീതിയിലുള്ള ഫാക്കൽറ്റീസ് ആണ് ഇപ്പൊ IIT ഉള്ളത്. ഇനി പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ മനസ്സിനടുത്ത് പറ, ആ ഫാക്കൽറ്റിയെ മാറ്റും. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ഫാക്കൽറ്റി ഇല്ല. അവർക്ക് എപ്പോഴും നിങ്ങൾ ഡൗട്ട് ചോദിക്കണമെന്നാണ് ആഗ്രഹം. ഞങ്ങളുടെ ജോലി നിങ്ങൾ സിമ്പിൾ ആക്കരുത്, ടഫ് ആക്കണം. ടഫ് ആക്കണം എന്ന് വെച്ചാൽ എത്ര നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന അത് ക്ലിയർ ആവുന്നവരെ, കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നവരെ ചോദിക്കുക. ഇപ്പൊ എന്താ സംഭവം വെച്ചാൽ കഴിഞ്ഞ എനിക്കൊന്ന് ഒരു 3 ബാച്ച് അല്ല 2 ബാച്ച് മുമ്പ് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ 60 കുട്ടികളുണ്ടായിരുന്നു, ഇന്റർമീഡിയറ്റ്. ഈ 60 കുട്ടി ആ ക്ലാസ്സിൽ നമുക്ക് ടോപ്പിക് നീങ്ങത്തേ ഇല്ല. ഒരു 5-6 പേരുണ്ട്. ഒരു ടോപ്പിക്ക് നമ്മൾ പഠിപ്പിച്ചാൽ ആ ടോപ്പിക്കിന്റെ അവിടുന്നും ഇവിടുന്നും ഇല്ലാത്ത ഡൗട്ടും അവിടുന്ന് ഒക്കെ അവർക്കങ്ങ് അത് മനസ്സിലാവുന്നവരെ അവർ ആ ഡൗട്ട് വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിനകത്തുള്ള ഗുണം എന്ന് വെച്ചാൽ ഫാക്കൽറ്റീസ് ഇവിടെ അവിടുന്ന് ഒക്കെ എക്സാമ്പിൾ വെച്ചത് പറയുമ്പോൾ ഈ 5 പേര് ഡൗട്ട് ചോദിക്കുന്നതുകൊണ്ട് ക്ലാസ്സിന് ഫുൾ ബെനിഫിറ്റ് ആയിരുന്നു. ആ ക്ലാസ് ആ അറ്റംപ്റ്റില് ഞാൻ നേരത്തെ മനസ്സിനോട് പറഞ്ഞായിരുന്നു, ഈ ക്ലാസ് നല്ല റിസൾട്ട് IIT ഉണ്ടാവും. അങ്ങനെ തന്നെ ഉണ്ടായി, നല്ല റിസൾട്ട് ആണ്. ബോത്ത് ഗ്രൂപ്പ് ഇഷ്ടംപോലെ ബോത്ത് ഗ്രൂപ്പ് കുട്ടികൾ പാസ്സായി. അപ്പൊ അതുപോലത്തെ ഇപ്പൊ നിങ്ങൾ ഇന്റർമീഡിയറ്റ് വരുമ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ എല്ലാവരുടെയും കോമൺ ഗോൾ എന്ന് വെച്ചാൽ ഇന്റർമീഡിയറ്റ് നിങ്ങൾ പാസ്സാകുക എന്നുള്ളത്. അതിന് വേണ്ടിയാണ് IIT വർക്ക് ചെയ്യുന്നത്, അതിന് വേണ്ടിയാണ് നിങ്ങളുടെ പേരൻസ് വർക്ക് ചെയ്യുന്നത്, അതിനു വേണ്ടിയാണ് ഫാക്കൽറ്റീസ് വർക്ക് ചെയ്യുന്നത്, അതിനു വേണ്ടി ആയിരിക്കണം നിങ്ങളും വർക്ക് ചെയ്യേണ്ടത്. ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒന്ന് പോയാൽ നമ്മുടെ ഈ പാസ് എന്ന് പറഞ്ഞ സാധനം മാറി ഫെയിൽ ആവും. അപ്പൊ ബാക്കി എല്ലാ ലൈനിൽ വരും, നിങ്ങളില്ല എങ്കിൽ പോയി. ഓക്കെ, നോ ഇപ്പം എല്ലാ ഫാക്കൽറ്റീസിനും സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. നിങ്ങൾ ഇന്റർമീഡിയറ്റിലോട്ട് വരുമ്പോൾ എല്ലാ ഫാക്കൽറ്റീസിനും അവരുടെ സ്വന്തമായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. ഇനി എന്തിനാ അങ്ങനെ ഒരു മെറ്റീരിയൽ ആവശ്യം? വെൻ ഓൾറെഡി വി ഹാവ് സ്റ്റഡി മെറ്റീരിയൽ. അങ്ങനെ ഒരു ചോദ്യമുണ്ട്. നമ്മളിപ്പം കോസ്റ്റിംഗിന്റെ കേസിൽ ഞാനിപ്പോ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മൾ സ്വന്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ വർഷത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടിക്കലി നമ്മൾ കോസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വലിയ ക്വസ്റ്റ്യൻസാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ എഴുതിപ്പിക്കണം. അപ്പൊ ഞാൻ അനലൈസ് ചെയ്തപ്പോൾ ഒരു 10 to 15 hours ഒരു ബാച്ചിൽ ക്വസ്റ്റ്യൻ എഴുതി പോവുക.
അപ്പൊ എനിക്ക് 10 to 15 hours കളയാനില്ല. അത് അത്രയും കൂടെ നമുക്ക് പഠിക്കണം. അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഓരോരോ ഇത് വരുന്ന സമയത്ത്, ഓരോരോ ചാപ്റ്റർ വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പേപ്പർ തരണം പ്രിന്റ് എടുക്കാൻ, അല്ലെങ്കിൽ PDF തരണം പ്രിന്റ് എടുക്കാൻ. അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ കണ്ടു മനസ്സിലാക്കിയത് പല കുട്ടികളും ഇത് പ്രിന്റ് ചെയ്ത് പിൻ ചെയ്ത് എവിടെയെങ്കിലും കൊണ്ട് കളയും, പിന്നെ പഠിക്കേണ്ട സമയത്ത് ഒന്നും കാണത്തില്ല. അപ്പൊ എല്ലാവർക്കും ഒരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും. ഫാക്കൽറ്റീസ് എല്ലാവരും ഇതുപോലെ പല സ്റ്റഡി മെറ്റീരിയലും തരും. പക്ഷെ നിങ്ങൾ പ്രൈം ഇമ്പോർട്ടൻസ് എപ്പോഴും കൊടുക്കേണ്ടത് ഐസിയുടെ സ്റ്റഡി മെറ്റീരിയലാണ്. ഇപ്പൊ ഞാൻ ഞാൻ ജനറലി ഐസിയുടെ മെറ്റീരിയൽ, ഞാൻ ഐസിയുടെ ലാംഗ്വേജ്, ഐസിയുടെ ക്വസ്റ്റ്യൻസ്, ആ സാധനം മാത്രമേ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഞാൻ ഒരു കോൺസെപ്റ്റ് പഠിപ്പിച്ചു, എന്റെ ബുക്കിൽ ഒരു രീതിയിൽ പറയുന്നു, ഐസിഎൽ ഒരു രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അത് എപ്പോഴും ഐസിഎൽ സ്റ്റഡി മെറ്റീരിയൽ മാത്രമേ ഫോളോ ചെയ്യാറുള്ളൂ, ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരത്തില്ല. എല്ലാ ഫാക്കൽറ്റീസും ഫോളോ ചെയ്യുന്നത് ഐസിയുടെ മെറ്റീരിയലിന്റെ ലാംഗ്വേജ് തന്നെയാണ്. അപ്പോ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങൾ ഐസിഎൽ സ്റ്റഡി മെറ്റീരിയൽ. ഞാൻ പലപ്പോഴും കണ്ടിട്ട് ഐസിഎൽ സ്റ്റഡി മെറ്റീരിയൽ കുട്ടികൾ തുറക്കത്തേ ഇല്ല. എക്സ് ഓർ വൈ വേറെ വേറെ ബുക്സ് മേടിച്ചങ്ങ് പഠിക്കും. പക്ഷെ ഐസിഎൽ സ്റ്റഡി മെറ്റീരിയൽ ആണ്, കാരണം ഐസിയുടെ ലാംഗ്വേജ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഐസിയുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യുക. ഫസ്റ്റ് പ്രിഫറൻസ് ഐസിയുടെ സ്റ്റഡി മെറ്റീരിയൽ എടുക്കുക. സെക്കൻഡ്, റിവിഷൻ ടെസ്റ്റ് പേപ്പർ എഴുതുക. ഒരു മിനിമം ഒരു 4 വർഷത്തെ എങ്കിലും, 4 വർഷം ഏകദേശം 2 RTP വെച്ച് ടോട്ടൽ 8 RTPs ഉണ്ടാവും. എല്ലാ സബ്ജക്റ്റിന്റെയും മിനിമം 8 RTPs എങ്കിലും നിങ്ങൾ സോൾവ് ചെയ്തിരിക്കണം. കാരണം ഈ RTPയുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? RTPക്കകത്ത് അവർ ഏതെങ്കിലും ഒരു പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവരിപ്പോ സപ്പോസ് ഈ ഒരു അറ്റംപ്റ്റിന്റെ RTPയിൽ അത് തരും. പക്ഷെ അത് ഈ അറ്റംപ്റ്റ് ചോദിക്കത്തില്ല. ചിലപ്പോൾ അതിന്റെ അടുത്ത അറ്റംപ്റ്റോ അല്ലെങ്കിൽ 2 അറ്റംപ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും അവർ ചോദിക്കുക. അപ്പോൾ ഒരു പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് അവരത് RTPയിൽ ഇടുന്നത്. അപ്പോൾ ഒരു 2 വർഷം മുമ്പത്തുള്ള RTPയിലുള്ള ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ അത് ചോദിക്കും. അപ്പോൾ റിവിഷൻ ടെസ്റ്റ് പേപ്പർ നിങ്ങൾ കവർ ചെയ്യണം. മോക്ക് ടെസ്റ്റ് പേപ്പർ ആ എക്സാമിന് വരുന്ന കവർ ചെയ്യണം. പാസ്റ്റ് എക്സാമിൻ ക്വസ്റ്റ്യൻ നിങ്ങൾ കവർ ചെയ്യണം. നിങ്ങളെ നിങ്ങളുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ്, നിങ്ങളുടെ സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ ഉണ്ടല്ലോ, നിങ്ങൾ പാസ്സാവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ലീവിന് മുമ്പ് നിങ്ങൾ കവർ ചെയ്തു, എന്നിട്ട് സ്റ്റഡി ലീവിൽ നിങ്ങൾ ഇത് റിവൈസ് ചെയ്യുവാണെങ്കിൽ നോബഡി ക്യാൻ സ്റ്റോപ്പ് യു. നിങ്ങൾ പാസ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതൊക്കെ ക്ലാസ്സിൽ പറയും, എല്ലാവർക്കും അറേഞ്ച് ചെയ്യാം. ചെയ്യുന്നവർ പാസ്സാവും, ചെയ്യാത്തവർ പാസ്സാവില്ല. ഓക്കെ. പിന്നെ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ അതൊക്കെ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒരു ദിവസം ഒരു സബ്ജക്ട് പഠിക്കാതെ ഒരു ദിവസം 2 or 3 സബ്ജക്ട് നമുക്ക് പഠിക്കാം. തിയറിയും ന്യൂമെറിക്കലും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് പഠിക്കാം. കാരണം തിയറി മാത്രം പഠിച്ചാൽ ബോറാവും, പ്രോബ്ലം മാത്രം പഠിച്ചാൽ ബോറാവും. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. എപ്പോഴും നമുക്ക് റിവിഷന് സമയം കൊടുക്കണം. നിങ്ങളുടെ എക്സാം സമയം വരെ പഠിച്ചുകൊണ്ടിരിക്കരുത്. റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് റിവൈസ് ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടായിരിക്കണം. ഓക്കെ ഓക്കെ. ഞാൻ ചെറിയ രീതിയിൽ സമയം ഞാൻ ചെറിയ രീതിയിൽ കോസ്റ്റിംഗ് കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കോസ്റ്റിംഗ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. പക്ഷെ കോസ്റ്റിംഗ് ഒരു ചെറിയ രീതിയിൽ പറഞ്ഞുതരാം. എന്താ കോസ്റ്റിംഗ്? ഈ വൈറ്റ് ബോർഡ് എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവരും വരുന്നില്ല. അല്ലാതെ വൈറ്റ് ബോർഡ് ഷെയർ ചെയ്യാൻ പറ്റും നോക്കട്ടെ.
ഓക്കെ. അപ്പൊ നേരത്തെ പറഞ്ഞോട്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. ഓക്കെ. നമ്മള് കോസ്റ്റിനകത്ത് ജനറലി നമ്മൾ കണ്ടുപിടിക്കുന്നത് വാട്ട് ഈസ് ട്രൂ കോസ്റ്റ്, ട്രൂ കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രൊഡക്റ്റിന്റെയോ ഒരു സർവീസിന്റെയോ കറക്റ്റ് കോസ്റ്റ് എത്ര, അതാണ് ജനറലി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. എന്നിട്ട് ഈ കോസ്റ്റിന്റെ ഇൻഫോർമേഷൻ വെച്ച് ആണ് മാനേജ്മെന്റ് പിന്നെ ഡിസിഷൻ എടുക്കുന്നത്. മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നത്? ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ജനറലി നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കുന്ന സമയത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ശരിക്കും ഉള്ളത് ഔട്ട്സൈഡേഴ്സിനാണ്, നമ്മുടെ ബിസിനസിന്റെ റിസൾട്ട് കാണിക്കാനാണ്. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിങ് ജനറലി ഇന്റേണൽ മാനേജ്മെന്റിനാണ്. ഇത് ജനറലി പാസ്റ്റ് ഓറിയന്റഡ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇത് എപ്പോഴും ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രോഫിറ്റ് റിപ്പോർട്ടിംഗ് ആണ് ജനറലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് എപ്പോഴും കോസ്റ്റ് അക്കൗണ്ടിങ് എപ്പോഴും കോസ്റ്റ് കൺട്രോളും ഡിസിഷൻ മേക്കിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മോർ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ സബ്ജക്ട്. ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം. സപ്പോസ് ഞാൻ ഒരു ചെറിയ ചായക്കട തുടങ്ങുക. അവിടെ ഷോപ്പിന്റെ റെന്റ്, ഇനി നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആവശ്യമുണ്ട്. ഷോപ്പിന്റെ റെന്റ് മെസ്സേജ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ മെസ്സേജ് ആയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യണേ. ഷോപ്പിന്റെ റെന്റ് 10,000 rupees ആണ്. എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെൽപ്പർ ഉണ്ട്. ആ ഹെൽപ്പറിന്റെ സാലറി 8,000 rupees ആണ്. ഇത് കൂടാതെ ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി ഒരു 2,000 rupees ചെലവാണ്. ടോട്ടലി ഒരു 20,000 rupees എനിക്ക് ചെലവുണ്ട്. ഓക്കെ. ഇനി ഒരു കപ്പ് ചായ പ്രൊഡ്യൂസ് ചെയ്യാൻ പെർ കപ്പ് കോസ്റ്റ് ടീ പൗഡർ എനിക്കൊരു 3 രൂപ ചെലവാണ് ഒരു കപ്പിന്. മിൽക്ക് ഒരു 5 rupees. ഷുഗർ ഒരു 2 രൂപ. എന്നിട്ടേ ഈ ചായ ഞാൻ വിൽക്കുന്നത് സെല്ലിംഗ് പ്രൈസ്, ഒരു ചായയുടെ സെല്ലിംഗ് പ്രൈസ് 15 രൂപയാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഒരു കപ്പ് ചായ വിൽക്കുമ്പോൾ എന്റെ ബിസിനസ്, ഞാൻ ഒരു കപ്പ് ചായ വിൽക്കുന്നത്, എനിക്ക് എത്ര രൂപ പ്രോഫിറ്റ്? കമന്റിൽ എഴുതാം. ഓക്കെ, കുറെ ആൾക്കാർ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു കപ്പ് ചായ വിൽക്കുമ്പോൾ ₹5.
ഓക്കെ, അപ്പൊ മെജോറിറ്റി ആൾക്കാരുടെ ആൻസർ ഒരു കപ്പ് ചായ വിൽക്കുമ്പോൾ സർ 5 രൂപയാണ് പ്രോഫിറ്റ്. ഓക്കെ, എടാ ഒരു കപ്പ് ചായ വിൽക്കുമ്പോൾ എനിക്ക് എങ്ങനെ 5 രൂപ പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞു? എനിക്ക് ഇപ്പോഴും ലോസ് ആണ്. എനിക്ക് ഒരു കപ്പ് ചായ വിൽക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ഒരു കപ്പ് ചായയുടെ സെല്ലിംഗ് പ്രൈസ് 5 രൂപ. ആ ഒരു കപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് 10 രൂപ. അപ്പൊ ഇതിൽ നിന്ന് ഒരു 5 രൂപ എക്സ്ട്രാ കിട്ടി. ഒരു 5 രൂപ എക്സ്ട്രാ കിട്ടി. ഇതിനെ കോൺട്രിബ്യൂഷൻ എന്ന് പറയും കോസ്റ്റിംഗിൽ. ഒരു 5 രൂപ എനിക്ക് എക്സ്ട്രാ കിട്ടി. ഈ 5 രൂപയും കൊണ്ടാണ് ഞാൻ ഈ 20,000 രൂപ കൊടുത്തു തീർക്കേണ്ടത്. അപ്പൊ ഇനി നഷ്ടമില്ലടാ. ഷോപ്പിന്റെ റെന്റും ഹെൽപ്പറിന്റെ സാലറിയും ഗ്യാസ് ഇലക്ട്രിസിറ്റി ഇതൊക്കെ ഞാൻ കൊടുക്കണ്ടേ? ഷോപ്പിന്റെ റെന്റ് ഞാൻ ഒരു ചായ വിറ്റാലും 10 ചായ വിറ്റാലും 1000 ചായ വിറ്റാലും ഷോപ്പിന്റെ റെന്റ് 10,000 തന്നെ അല്ലേ? അല്ലേ? അപ്പോ ഇവിടെയാണ് നമുക്ക് കോസ്റ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമുക്ക് പ്രോഫിറ്റ് വരണമെങ്കിൽ എനിക്ക് ഈ 20,000 റുപ്പീസും കൂടെ കവർ ചെയ്യണം. എനിക്ക് പ്രോഫിറ്റ് വരണമെങ്കിൽ എനിക്ക് 20,000 റുപ്പീസും കൂടെ കവർ ചെയ്യണം. ആണേ, ഇനി കോസ്റ്റിംഗിന്റെ മാജിക് നോക്കിക്കോ. ഞാൻ ഈ ചായക്കടക്കാരനോട് പറയാൻ പോവുക എത്ര ചായ വിറ്റാൽ നിനക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന്. അപ്പൊ നിങ്ങൾ എന്നോട് പറ, എത്ര ചായ വിറ്റാൽ ഇവന് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്തൊരവസ്ഥ വരുമോ? അല്ലെങ്കിൽ പോട്ടെ, പ്രോഫിറ്റ് ആവും. ഒന്ന് ആൻസർ പറഞ്ഞേ. ഒരു ചായ വിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ 5 രൂപയാ. ഈ 5 രൂപയിൽ നിന്ന് ഞാൻ 20,000 രൂപ ഫിക്സഡ് കോസ്റ്റ് കൊടുക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലോസാ. അപ്പൊ എത്ര ചായ വിറ്റാൽ എനിക്ക് 20,000 രൂപ റിക്കവർ ചെയ്യാൻ പറ്റൂടാ? യെസ്, കുറെ ആൾക്കാർ കറക്റ്റ് ആൻസർ പറയുന്നുണ്ട്. അല്ല, ചിലതൊക്കെ തെറ്റിപ്പോയി. വളരെ സിമ്പിളാ, ഇങ്ങോട്ട് നോക്കിയേ. എനിക്ക് ടോട്ടലി 20,000 രൂപയല്ല കവർ ചെയ്യണ്ടേ? 20,000 രൂപ എന്റെ ഫിക്സഡ് കോസ്റ്റാ. ഞാൻ ചായ ഉണ്ടാക്കിയാലും ഇല്ലെങ്കിൽ എനിക്ക് ചെലവാകുന്നതാ. റെന്റ് 10 അല്ലേ? റെന്റ് 10, എന്റെ ഹെൽപ്പറിന്റെ സാലറി 8,000 രൂപ, ഗ്യാസ് ഇലക്ട്രിസിറ്റിയും 2,000 രൂപ. അപ്പൊ ഈ 20,000 രൂപ എനിക്ക് ചെലവാ ഒരു പ്രാവശ്യം. അപ്പോ ഒരു ചായ വിറ്റാൽ എനിക്ക് എക്സ്ട്രാ കിട്ടുന്ന കോൺട്രിബ്യൂഷൻ 5 രൂപയാ. അപ്പോ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 4,000 കപ്പ് കിട്ടും. അപ്പൊ ഞാൻ 4,000 കപ്പ് ചായ വിറ്റാൽ എനിക്ക് 20,000 രൂപ എന്റെ ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇങ്ങോട്ട് നോക്കിയടാ. ടോട്ടൽ സെയിൽസ് 4,000 കപ്പ് വിറ്റാൽ ടോട്ടൽ സെയിൽസ് എത്ര? 4,000 കപ്പ് ഇൻറ്റു ഒരു കപ്പിന് 15 രൂപ വെച്ച് ആണേ. 15 രൂപ വെച്ചല്ലായിരുന്നോ? 15 രൂപ വെച്ച് വരുമ്പോൾ എത്ര വരും? 60,000 രൂപ സെയിൽസ് കിട്ടും. ഓക്കെ, ഈ സെയിൽസിൽ നിന്ന് ഈ കപ്പ് ചായ ഉണ്ടാക്കാൻ ചെലവായ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, എത്ര? ഷുഗർ അത് എത്ര രൂപയായിരുന്നു ഒരു കപ്പിന്? 3 രൂപ ടീ പൗഡർ, 5 രൂപ മിൽക്ക്, 2 രൂപ ഷുഗർ, അപ്പൊ ടോട്ടൽ 10 രൂപ. അപ്പോ ഒരു ചായ പ്രൊഡ്യൂസ് ചെയ്യാൻ 10 രൂപ ചെലവുണ്ട്. അപ്പൊ എത്ര ചെലവായി? 40,000 രൂപ ചെലവ്. കിട്ടിയ 60,000 40,000 രൂപ ചെലവായി. അപ്പൊ എന്റെ കയ്യിൽ ഇനി എത്രേ ബാക്കിയുള്ളൂ? 20,000 രൂപയെ ബാക്കിയുള്ളൂ. ഈ 20,000 രൂപയിൽ നിന്ന് ഞാൻ ഫിക്സഡ് കോസ്റ്റ് ആയ റെന്റ്, സാലറി, ഗ്യാസ് ഇലക്ട്രിസിറ്റി 20,000 ഞാൻ കൊടുക്കും. അപ്പൊ പിന്നെ എന്റെ കയ്യിൽ മിച്ചമൊന്നുമില്ല. പ്രോഫിറ്റും അല്ല ലോസും അല്ല. അപ്പോ കോസ്റ്റിംഗ് ഈ പറയുന്ന ചായക്കടക്കാരനെ ഹെൽപ്പ് ചെയ്തത് അവൻ ഒരു കാര്യം മനസ്സിലാക്കി വെച്ച് കൊടുക്കാനാ. നിനക്ക് പ്രോഫിറ്റ് ഇല്ല ലോസും ഇല്ലാത്തൊരവസ്ഥ എത്തണമെങ്കിൽ നീ എത്ര കപ്പെങ്കിലും മിനിമം വിൽക്കണം? 4,000 കപ്പെങ്കിലും വിൽക്കണം. ഇവൻ 4,000 കപ്പിൽ നിന്ന് ഒരു കപ്പെങ്കിലും കുറച്ചാണ് വിൽക്കുന്നെങ്കിൽ ഇവന് ലോസും ഉണ്ടാവും അല്ലേ? 4,000 കപ്പിൽ നിന്ന് ഒരു കപ്പെങ്കിലും ഇവൻ കുറഞ്ഞാണ് വിൽക്കുന്നതെങ്കിൽ ഇവന് ലോസാ.
4000 കപ്പിൽ നിന്ന് ഒരു കപ്പെങ്കിലും ഇവൻ എക്സ്ട്രാ 4000 കഴിഞ്ഞിട്ട് ഇവൻ ഒരു കപ്പ് എക്സ്ട്രാ വിറ്റാൽ ഇവന് പ്രോഫിറ്റാ. സോ ഈ പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കോസ്റ്റിംഗ് അത് പഠിക്കാറുണ്ട്. സോ ദിസ് 4000 ഈസ് നോൺ ആസ് ബ്രേക്ക് ഇവൻ പോയിന്റ്. അപ്പോൾ നമുക്ക് ബിസിനസ്സിനെ കൺസൾട്ട് അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിനെ അഡ്വൈസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇവിടെ ടോട്ടൽ 4000 എങ്കിലും നമ്മൾ വിറ്റ് പോയില്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടാവും. 4000 എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രേക്ക് ഇവനാ. അപ്പൊ നീ ഒരു ചായക്കട തുടങ്ങുന്നുണ്ടെങ്കിൽ നീ 4000 കപ്പ് എങ്കിലും ഒരു മാസം വിറ്റിരിക്കണം. ഒരു മാസം 4000 കപ്പ് വിറ്റില്ല എങ്കിൽ യു വിൽ ഇൻകർ ലോസ്. 4000 കപ്പാണ് നീ കറക്റ്റ് വിൽക്കുന്നെങ്കിൽ നിനക്ക് ലോസും ഉണ്ടാവില്ല, പ്രോഫിറ്റും ഉണ്ടാവില്ല. പക്ഷെ നിനക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നിനക്ക് 4000 കപ്സ് കൂടുതൽ വിൽക്കേണ്ടി വരും. ദിസ് ഈസ് കോസ്റ്റിംഗ്. ഈ ഡിസിഷൻ എടുക്കാനുള്ള ഇൻഫോർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ദിസ് ഈസ് കോസ്റ്റിംഗ്. അപ്പൊ ഈ കോസ്റ്റിംഗിൽ നമ്മൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടി അവർക്ക് ഹൗ മച്ച് ടു സെൽ, വാട്ട് ഈസ് മിനിമം സർവൈവൽ ലെവൽ, സർവൈവ് വേണമെങ്കിൽ എത്ര ഞാൻ വിൽക്കണം, വെദർ പ്രൈസ് ഇസ് കറക്റ്റ് ഓർ നോട്ട്, ഞാൻ ഈ 15 രൂപ പ്രൈസ് വെക്കുന്നത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് പോലും നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. പറഞ്ഞ മനസ്സിലായി? ഇപ്പൊ ഒരു പ്രൊഡക്റ്റിന് ഞാൻ 10 രൂപ കോസ്റ്റ് ആയുള്ളൂ എന്ന് വിചാരിച്ച് 2 രൂപ പ്രോഫിറ്റ് ആഡ് ചെയ്ത് 12 രൂപയ്ക്ക് സെല്ലിംഗ് പ്രൈസ് ഞാൻ തീരുമാനിക്കുക. കോസ്റ്റ് ഇത്രേ ആയുള്ളൂ, പ്രോഫിറ്റ് ഇത്ര ആഡ് ചെയ്തിട്ട് സെല്ലിംഗ് പ്രൈസ്. പക്ഷെ കോസ്റ്റിംഗ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതിപ്പോ പറയാൻ സമയമില്ല, അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞേനെ. കോസ്റ്റിംഗ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 14 രൂപ കോസ്റ്റ് ആവുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ഞാനത് 12 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നഷ്ടം ഉണ്ടാവുമല്ലേ? ചില ബിസിനസ്സുകാർ ഇത് അറിയുന്ന പോലുമില്ല, അവർ ബിസിനസ് കൊണ്ടിരിക്കുക, പക്ഷെ അവരുടെ കയ്യിൽ എടുക്കാൻ പൈസ ഇല്ല. അപ്പൊ ശരിക്കും ഞാൻ കോസ്റ്റിംഗ് വെച്ച് കോസ്റ്റ് കണ്ടുപിടിച്ചപ്പോൾ 14 രൂപയാണ്. ഇതിന്റെ കൂടെ എനിക്ക് 2 രൂപയായിരുന്നു പ്രോഫിറ്റ് വേണ്ടിയിരുന്നെങ്കിൽ ആ പ്രോഫിറ്റ് 2 രൂപയും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ഇത് 16 റുപ്പീസിനായിരുന്നു വിൽക്കേണ്ടിയിരുന്നത്. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ ഞാൻ പറഞ്ഞേ? മനസ്സിലായോ പറഞ്ഞേ? അപ്പൊ ഇതാണ് കോസ്റ്റിംഗ്. എങ്ങനെയാണ് കോസ്റ്റിംഗ് നമ്മളെ ഓരോ കാര്യങ്ങളും ഡിസിഷൻ എടുക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഇഷ്ടംപോലെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് തീരുമാനിക്കാൻ. ഇനി കോസ്റ്റിങ്ങിനകത്ത് ജനറൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കോസ്റ്റിംഗ് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഈ കോസ്റ്റിങ്ങിനകത്ത് ജനറലി നമ്മൾ ചെയ്യുന്നത് കോസ്റ്റ് കൺട്രോൾ ചെയ്ത് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുവാണ്. കോസ്റ്റ് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോ ഓക്കെ, ഇതിനകത്ത് സപ്പോസ് ഞാൻ ഒരു ഒരു പെൻ മാനുഫാക്ചർ ചെയ്യുവാണേ. ഒരു പെൻ മാനുഫാക്ചർ ചെയ്യുക. ഈ പെൻ മാനുഫാക്ചർ ചെയ്ത് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പെന്നാണ്. നിങ്ങൾ എല്ലാ ദിവസവും ജനറൽ യൂസിന് ആൾക്കാർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ സ്കൂളിലും കോളേജിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പെന്നാണ്. ഇപ്പൊ നമ്മൾ ജനറലി
ഡെയിലി യൂസിന് വേണ്ടി മേടിക്കുന്ന പെന്ന് ജനറലി നമ്മൾ അങ്ങേ അറ്റം പോയാൽ 10 രൂപയായിരിക്കും ചിലവാക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ മാർക്കറ്റിൽ എല്ലാവരും 10 രൂപയ്ക്ക് മേടിക്കുന്നത്. ഈ പെൻ മാനുഫാക്ചർ ചെയ്യാൻ എനിക്ക് കോസ്റ്റ് ആവുന്നത് 6 രൂപയാന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്ര രൂപയാണ്? 4 രൂപയാണ് പ്രോഫിറ്റ്. സോ ഇനി ഈ 4 രൂപ പ്രോഫിറ്റ് വെച്ചോണ്ടിരുന്നിട്ട് എനിക്ക് കാര്യമില്ല. എനിക്ക് ഒരു പെന്നിന് എനിക്ക് 5 or 6 പ്രോഫിറ്റ് വേണം. ഈ 5 or 6 പ്രോഫിറ്റ് വേണമെങ്കിൽ വളരെ സിമ്പിളാ. കോസ്റ്റിംഗ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ പെന്നിന്റെ സെല്ലിംഗ് പ്രൈസ് കൂട്ടി 12 ആക്കിയാൽ മതി. പെന്നിന്റെ സെല്ലിംഗ് പ്രൈസ് കൂട്ടി 12 ആക്കിയാലേ ആൾക്കാർ പിന്നെ വാങ്ങിക്കൂല. കാരണം ജനറൽ യൂസിന്റെ പെൻ മാർക്കറ്റില് 10 രൂപയുടെയാ. അപ്പോ ആൾക്കാർ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാതെ 10 രൂപ വേറെ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൊഡക്റ്റ് കാണും, അത് മേടിക്കും. ഇനി അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, സെല്ലിംഗ് പ്രൈസ് കൂട്ടാനുള്ള അവകാശം നമുക്കില്ല. ശരി, സെല്ലിംഗ് പ്രൈസ് കൂട്ടണ്ട. സെല്ലിംഗ് പ്രൈസ് കൂട്ടാതെ ഇനി പ്രോഫിറ്റ് കൂട്ടാൻ എന്താ ഒരു വഴി? കോസ്റ്റ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. കോസ്റ്റ് കുറയ്ക്കാൻ എളുപ്പമാ, ക്വാളിറ്റി കുറച്ചാൽ പോരെ. പക്ഷെ കോസ്റ്റിംഗ് പറയുന്നത് അങ്ങനെയല്ല. സെയിം ക്വാളിറ്റി വെച്ചോണ്ട് തന്നെ നമ്മൾ കോസ്റ്റ് കുറയ്ക്കണം. കോസ്റ്റ് കുറച്ചുകൊണ്ട് നമ്മൾ എന്ത് കൂട്ടണം? പ്രോഫിറ്റ് കൂട്ടണം. അതാണ് നമ്മൾ കോസ്റ്റിംഗിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് വന്നു. നമ്മുടെ വീട്ടില് സാധാരണ എല്ലാ മാസവും 1000, 1500 വരുന്ന സ്ഥലത്ത് ഒരു മാസം 3000 രൂപ വന്നു. വീട്ടില് അമ്മ ഭയങ്കര പ്രശ്നം. 3000 ഇലക്ട്രിസിറ്റി ബില്ല്. നമ്മളെല്ലാരും വഴക്ക് പറഞ്ഞു. അച്ഛൻ ഉൾപ്പെടെ വഴക്ക് പറഞ്ഞു. എല്ലാരും പേടിച്ച് പറിച്ചിരിക്കുക. ഇനി അങ്ങനെ മാത്രം പറഞ്ഞിട്ട് അങ്ങ് നിർത്തുവാണെങ്കിൽ അടുത്ത മാസവും ബില്ലിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു മാറ്റം ഉണ്ടാവില്ല, 3000 തന്നെ വരും. പക്ഷെ നമ്മുടെ വീട്ടിലെ അമ്മമാർ അങ്ങനെയല്ല ചെയ്യുന്നത്. ആദ്യം വഴക്ക് പറഞ്ഞ് പിന്നെ നമ്മളെ കൺട്രോൾ ചെയ്യും. ഓരോ പ്രാവശ്യം ഇവിടെ അവിടെ ലൈറ്റും ഫാനും ഇട്ട് വെക്കുമ്പോൾ നമ്മൾ വന്ന് വഴക്ക് പറയും. നമുക്ക് മാത്രമല്ല അച്ഛനും വഴക്ക് കിട്ടും, എല്ലാവർക്കും വഴക്ക് കിട്ടും. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്തുവാ? കോസ്റ്റ് കൺട്രോൾ ചെയ്യുക. കോസ്റ്റ് കൺട്രോൾ ചെയ്താലേ എന്ത് നടക്കത്തുള്ളൂ? കോസ്റ്റ് റിഡക്ഷൻ നടക്കത്തുള്ളൂ. ഈ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, കോസ്റ്റിംഗിനകത്ത് പഠിക്കാനുള്ളത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ് കോസ്റ്റിംഗ്. ഇപ്പോ ടൈം ആയെന്ന് തോന്നി, ഞാൻ കുറച്ച് കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. നമുക്ക് CA ഇന്റർമീഡിയറ്റ് ഉണ്ടല്ലോ. CA ഇന്റർമീഡിയറ്റ് ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ചിലപ്പോൾ ഇത് ചാലഞ്ചിങ് ആവാം. നമ്മളെ ചലഞ്ച് ചെയ്യുന്നത് കാരണം ഇപ്പോഴത്തെ സ്വഭാവത്തിന് നമുക്ക് ഒരു സ്ഥലത്ത് കുത്തിയിരിക്കാൻ ഇരുന്ന് പഠിക്കാൻ പാടാം. ഒരു സമയത്ത് ഒരു മണിക്കൂർ തന്നെ കണ്ടിന്യൂസ്ലി പഠിക്കാൻ പാടാം. കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നത്തിന് ചലഞ്ചിങ് ആണ് CA ഇന്റർമീഡിയറ്റ്. പക്ഷേ നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ, പഠിത്തത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ, ആ ഡിസിപ്ലിൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ത് സംഭവിച്ചാലും ഞാൻ പഠിച്ചിരിക്കും 2 മണിക്കൂർ. ഇനി എന്തൊക്കെ ഉണ്ടായാലും ഞാൻ 2 മണിക്കൂർ 3 മണിക്കൂർ ഞാൻ പഠിച്ചിരിക്കും എല്ലാ ദിവസവും. ആ ഡിസിപ്ലിൻ ത്രൂ ഔട്ട് ഇതിനകത്ത് ഉണ്ടായിരിക്കണം. നമ്മൾ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യണം. ഇത് കൂടാതെ ഇത് മാത്രം ചെയ്ത കാര്യമല്ല, നിങ്ങൾക്ക് റൈറ്റ് ഗൈഡൻസ് ഉണ്ടാവണം. ഈ റൈറ്റ് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് IITയും അതേപോലെ നിങ്ങളുടെ ഫാക്കൽറ്റീസും തരുന്നത്. ഇത് എല്ലാത്തിന്റെ സമ്മീഷൻ ആണ് നിങ്ങളുടെ പാസ്. ഇപ്പൊ നിങ്ങൾ കൺസിസ്റ്റന്റ് ആണ്, നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട് പഠിക്കുന്നുണ്ട്, നിങ്ങൾ റെഗുലർലി പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ CA ഇന്റർമീഡിയറ്റ് ഫസ്റ്റ് ചാൻസിലും ബോത്ത് ഗ്രൂപ്പ് പാസ്സാവും. നൗ ഒരിക്കലും വിചാരിക്കില്ല ഫസ്റ്റ് ചാൻസിൽ ബോത്ത് ഗ്രൂപ്പ് പാസ്സാവാൻ ഭയങ്കര ടഫാണ്, അത് അച്ചീവബിൾ അല്ലാന്ന്. ഫസ്റ്റ് ചാൻസിൽ നിങ്ങളുടെ ഫസ്റ്റ് ചാൻസ് ആണ് എപ്പോഴും ഗോൾഡൻ ചാൻസ്. ബോത്ത് ഗ്രൂപ്പ് പാസ്സാവാനുള്ള പോസിബിലിറ്റി എപ്പോഴും ഫസ്റ്റ് ചാൻസിലാണ് കൂടുതൽ. കാരണം നിങ്ങൾ ഫ്രഷ് ആയിട്ട് പഠിച്ചു വന്നിരിക്കുകയാണ്. IIT കുറെ എക്സാം ഇട്ടിട്ടുണ്ട്. ആ എക്സാം എഴുതിയതും അതിന്റെ വാല്യുവേഷൻ ചെയ്തതൊക്കെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ വെച്ച് നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസ് ആണ് നിങ്ങൾ എപ്പോഴും ഗോൾഡൻ ചാൻസ്. ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാനുള്ള പോസിബിലിറ്റി ഇസ് വെരി ഹൈ. അപ്പോ നിങ്ങൾ കാണുന്ന ഏതൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ആരെയൊക്കെ നിങ്ങൾ പാസ്സാവുന്ന കണ്ടിട്ടുണ്ടോ, അവരെല്ലാരും നിങ്ങളുടെ ഇതേ സ്റ്റേജിൽ നിന്ന് കടന്നു പോയതാണ്. അവരാരും വലിയ IQ ലെവൽ ഉള്ളതോ അല്ലെങ്കിൽ ഭയങ്കര റാങ്ക് മേടിച്ച്
കുട്ടികളൊന്നുമല്ല, സാധാരണ ആൾക്കാരാണ്. പക്ഷെ അവർ ഒറ്റ കാര്യം ചെയ്തിട്ടുള്ളൂ, അവർ കറക്റ്റ് സമയത്ത് പഠിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ അവർ ആത്മാർത്ഥ കാണിക്കേണ്ട സമയത്ത്, അവർ ഡിസിപ്ലിൻഡ് ആവേണ്ട സമയത്ത് അവർ ഡിസിപ്ലിൻഡ് ആയി ആ ഒരു കോഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിനെ അവർ അത്രയും സീരിയസ് ആയിട്ട് കണ്ട് അവർ ആ സ്റ്റേജ് പഠിച്ച് പാസ്സായി. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പണ്ടൊക്കെ ആയിരുന്നു പാസിംഗ് പെർസെന്റേജ് ഒക്കെ ഭയങ്കര കുറവ്, പണ്ടൊക്കെ ആയിരുന്നു ഇത് പാസ്സാവാൻ ഭയങ്കര ടഫ്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനെയല്ല. നല്ല പ്രോപ്പർ ഗൈഡൻസ് തരാൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഫാക്കൽറ്റീസ് ഉണ്ട്, പാസിംഗ് പെർസെന്റേജ് കൂടുതലാണ്. എല്ലാം നിങ്ങളുടെ പാട്ടിലാണ്. ഇനി നിങ്ങളും കൂടെ ഒന്ന് ആത്മാർത്ഥ കാണിച്ചാൽ ഈ CA ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജ് നമുക്ക് സുഖമായിട്ട് പാസ്സായി പോകാൻ പറ്റും. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇത് കൂടുതൽ വെച്ച് നീട്ടുന്നില്ല, നമുക്ക് സമയമായി. അപ്പൊ എല്ലാവർക്കും താങ്ക് യു, ആൻഡ് ഐ വിഷ് ഓൾ ഓഫ് യു ഗ്രേറ്റ് സക്സസ് ഇൻ യുവർ CA ജേർണി. നിങ്ങൾ റിസൾട്ട് വരുവാണ്, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല റിസൾട്ട് വരട്ടെ. റിസൾട്ട് വന്നിട്ട് എല്ലാവരും സ്വീറ്റ് ആയിട്ടൊക്കെ വാ. ഇനി എക്സ് ഓർ വൈ എന്തെങ്കിലും സംഭവിച്ചാലും ഒരിക്കലും നെഗറ്റീവ് ആവരുത്. CA ജേർണിയാണ്. CA ജേർണിയിൽ എക്സ് ഓർ വൈ മുകളിലും താഴോട്ടൊക്കെ ആവും. ബട്ട് ഓൾ യു ഹാവ് ടു ഡു ഈസ്, നിങ്ങളത് പിന്നെയും എന്തെങ്കിലും നെഗറ്റീവ് സംഭവിച്ചാൽ പോസിറ്റീവായിട്ട് അത് ഒന്നുകൂടെ ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, ബാക്കിയുള്ള എന്ത് ഹെൽപ്പിനും ഗൈഡൻസിനും ഞാനും IIT ഉണ്ട്. ഓക്കെ, താങ്ക് യു.